ശ്രേയസ്യാന്നിശ്ചിതം ബ്രൂഹി തന്മേ ശിഷ്യസ്തേഹം ശാന്തിമാം ത്വാം പ്രപന്നം. ശ്രീഗുരുഭ്യോ നമഃ. ശ്രീഗുരുഭ്യോ നമഃ. ശ്രീഗുരുഭ്യോ നമഃ. ഓം ജനകായ നമഃ. ഓം ജനന്യേ നമഃ. ഓം ഗും ഗുരുഭ്യോ നമഃ. ഗം ഗണപതയേ നമഃ. സം സരസ്വത്യേ നമഃ. ശ്രീകൃഷ്ണായ പരമഗുരവേ നമോ നമഃ. ശ്രീകൃഷ്ണാർപ്പണമസ്തു. എല്ലാ സജ്ജനങ്ങൾക്കും ആദ്യം തന്നെ നമസ്കാരം പറയുകയാണ്. ഇവിടെ ഇങ്ങനെ ഒരു സത്സംഗത്തിൽ പങ്കുകൊള്ളാൻ സാധിച്ചതിൽ വലിയ കൃതാർത്ഥതയുണ്ട്. ഗീതാജി ഗുരുനാഥയാണ്, ഗുരുനാഥയുടെ സ്ഥാനം ആണ്. ഒരുപാട് പ്രശംസിക്കുകയുണ്ടായി. ആ പറഞ്ഞ ശൈലിയിലെന്ന് പറയുകയല്ല, ഉള്ള കാര്യമായോണ്ട് പറയുകയാണ്, സത്യമായോണ്ട് പറയുകയാണ്. സത്യം പറഞ്ഞാൽ ഇങ്ങനെ അറിവും ഭക്തിയൊക്കെ ഉള്ളൊരു വേദിയിൽ ഇതിങ്ങനെ പറയാനുള്ള യോഗ്യത ഉണ്ടോ എന്നുള്ളത് എനിക്ക് അറിയില്ല. ഇനി അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ഭഗവാന്റെ കാരുണ്യം എന്ന് മാത്രമാണ്. ഗുരുക്കന്മാരുടെ ആ ഒരു അനുഗ്രഹം, അച്ഛനമ്മമാരുടെ ആ അനുഗ്രഹം, കുട്ടിക്കാലത്ത് വേണ്ടതുപോലെ പകർന്നു തന്നത് അവരാണ്. അപ്പോൾ ഇവിടെ ഞാൻ ഇരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത് എൻ്റെ ക്രെഡിറ്റ് അല്ല, അച്ഛനമ്മമാരുടെ, ഗുരുക്കന്മാരുടെ, അവരുടെ ആ ഒരു അനുഗ്രഹം. പിന്നെ നിസ്സംശയം പറയാം, ഭഗവാൻ ആണ് ഈ നാമം ചലിപ്പിക്കുന്നത്, ഭഗവാനാണ് വേണ്ടത് തോന്നിപ്പിക്കുന്നത്. നമ്മൾക്കൊരിക്കലും ചിന്തിക്കാൻ സാധിക്കില്ല, അതിനപ്പുറം ഒന്നും ചിന്തിക്കാൻ സാധിക്കില്ല. ഭഗവാന്റെ ആ കാരുണ്യം കൊണ്ട് മാത്രമാണ് നമുക്ക് ഓരോ കാര്യങ്ങളും ചെയ്യാൻ സാധിക്കുന്നത്. അപ്പോൾ ഭഗവാൻ തോന്നിക്കുന്നത് പോലെ ഭഗവാന് സമർപ്പണമായിട്ട് എന്തൊക്കെയോ പറയണം എന്ന് മാത്രം. അറിവുള്ള ഓരോരുത്തരും തെറ്റുകുറ്റങ്ങൾ ഉണ്ടാവാം, അത് പൊറുക്കണം എന്ന് ആദ്യം മുൻകൂജാമ്യം വാങ്ങുകയാണ്. അപ്പോൾ എല്ലാവരുടെയും അനുഗ്രഹത്തോടു കൂടി നമുക്ക് ആരംഭിക്കാം. ഗുരുഭവനപുരാധീശ പട്ടേരി കട്ടിക്കാവ്യത്തൂവെണ്ണ വെള്ളോട്ടുരുളിയിൽ നിറയെ പാനപൂന്താനവും തേ വാടിയിടാ ഭക്തിയാൽ മഞ്ജുള മധുരതരം മാലയും ചാർത്തി ഞാനെന്തേ കാണായി വാസനാപൂരിതമൊരു കളഭക്കിണ്ണമിന്നെൻ മനസ്സു. ഭട്ടതിരിപ്പാട് നേരിച്ച കാവ്യം തൂവെണ്ണയാണെന്നാണ് പറയുന്നത് ആ നാരായണീയം. ഭഗവാന് ഏറ്റവും പ്രിയപ്പെട്ട ആ തൂവെണ്ണ അല്ലെ, അത് തൻ്റെ കഴിവനുസരിച്ച്, തൻ്റെ ആ അറിവനുസരിച്ച് അദ്ദേഹം ഒരു കാവ്യമാലയായിട്ട് 100 ദശകങ്ങൾ അടങ്ങിയ ഒരു മാല്യമായിട്ട് ഭഗവാന്റെ പാദത്തിൽ സമർപ്പിച്ചു. ആ മാല്യമാണ് നാളെ ഈ ഗുരുനാഥന്മാരുടെ അനുഗ്രഹത്തോടു കൂടി ഇവിടെ ഓരോരുത്തരും സമർപ്പിക്കാൻ പുറപ്പെട്ടത് എന്ന് കേട്ടപ്പോൾ വലിയ സന്തോഷമുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സത്സംഗത്തിൽ അല്ലെങ്കിൽ സജ്ജനങ്ങൾ കൂടി നിൽക്കണ ഈ ഒരു സന്ദർഭത്തിൽ ഇങ്ങനെ പറയാൻ സാധിച്ചതിൽ തന്നെ വലിയ ഭാഗ്യമായിട്ട് കരുതുന്നു. എന്ത് വിഷയത്തിനെ കുറിച്ചാണ് സംസാരിക്കേണ്ടത് എന്ന് ചോദിക്കേണ്ടായി ദുർഗ ചേച്ചിയോട്. അപ്പോൾ ചേച്ചി പറഞ്ഞു, ഇന്ന് നമ്മുടെ യുവതലമുറ അല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾ, ആ കുട്ടികൾക്ക് എല്ലാ തരത്തിലുള്ള സമ്പത്തും വിദ്യാഭ്യാസവും എല്ലാ വിദ്യകളിൽ അവർക്ക് നല്ല അറിവും എല്ലാം ഉണ്ട്. എന്നാലും ഒരു കുറവ് വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ജീവിതത്തിനെ നേരിടേണ്ട ഒരവസ്ഥ വരുന്ന സമയത്ത് പലപ്പോഴും മാനസികമായിട്ട് അതിന് സാധിക്കണില്ലേ. പലതരം പ്രതിബന്ധങ്ങളും വരുന്നുണ്ട്. അതിന് ഒരു കാരണം ഒരു പക്ഷേ ബാക്കി എല്ലാ കാര്യങ്ങളും ഉണ്ടാകുന്ന സമയത്തും അവർക്ക് ആ ആധ്യാത്മിക സംസ്കാരം എന്നുള്ളത് അവരിലേക്ക് എത്തണില്ല എന്നുള്ള ഒരു കാര്യം വരുന്നുണ്ട്. അപ്പോൾ ആ കുട്ടികളിലേക്ക് ഇത് എങ്ങനെ എത്തിക്കാം? ഭാഗവതത്തിലെ പ്രഹ്ലാദചരിതം പറയുമ്പോൾ പറയും, കൗമാര ആചരേ പ്രാജ്ഞ എന്ന് പറയും. കുട്ടിയായിരിക്കുന്ന സമയത്ത് വേണം ഈ ഒരു സംസ്കാരം അത് കുട്ടികളിലേക്ക് എത്താൻ, അല്ലെങ്കിൽ ഒരു മനുഷ്യനിലേക്ക് എത്താൻ എന്നുള്ള ഭാവത്തിൽ പറയും. അപ്പോൾ അതിനെക്കുറിച്ച് 2 വാക്ക് അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പറയാൻ ശ്രമിക്കാം എന്ന് മാത്രം. ഇവിടെ നമ്മളിന്ന് ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ കേരളം സാക്ഷരതയിലൊക്കെ ഏറ്റവും മുൻപിൽ നിൽക്കുന്ന സംസ്ഥാനമാണെന്നാണ് പറയുക. എന്നാലും നമ്മുടെ ചുറ്റിലും കാണുന്ന വാർത്തകൾ, ഈ വാർത്തകളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ
പല തരത്തിൽ സംഘർഷങ്ങൾ അനുഭവിക്കുന്ന ഒരു ശൈലിയാണ് ഇന്നത്തെ യുവതലമുറയിൽ കാണുന്നത്. അപ്പോൾ എന്തുകൊണ്ട് അവർക്ക് അതിനെ വേണ്ട രീതിയിൽ നേരിടാൻ സാധിക്കുന്നില്ല? അതിന് ഒരു കാരണം ഒരു പക്ഷേ ആ വേണ്ട സമയത്ത് അവർക്ക് ആ ഒരു ആധ്യാത്മിക സംസ്കാരം അത് കിട്ടാഞ്ഞിട്ടാവാം ഒരു പക്ഷേ ആ ഒരു ശൈലിയിൽ വരുന്നത്. കാരണം ഒരു പ്രശ്നം വരുമ്പോഴേക്കും തളർന്നു പോവുക, അല്ലെങ്കിൽ പല രീതിയിൽ അതിലേക്കൊന്നും ആഴ്ന്ന് കടക്കണില്ല. കാരണം നെഗറ്റീവായിട്ട് പറയാനല്ലല്ലോ നമ്മളിന്ന് എല്ലാവരും സന്തോഷമായിട്ട് ഇവിടെ കൂടിയിട്ടുള്ളത്. എന്നാൽ അതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതിനെ നാളത്തെ ഒരു തലമുറയ്ക്ക്, ഇന്ന് കുട്ടികളായി നിൽക്കുന്ന ഒരു തലമുറയ്ക്കെങ്കിലും നാളെ ആ ഒരു പ്രശ്നം ഉണ്ടാവാതിരിക്കാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? എങ്ങനെയാണ് ഈ ഒരു സംസ്കാരം നമുക്ക് അവരിലേക്ക് പകർന്നു കൊടുക്കാൻ സാധിക്കുക? കാരണം ബുദ്ധിമുട്ടാണ്. ഇന്ന് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചെറിയ കുട്ടികളുടെ കയ്യിലടക്കം മൊബൈൽ ഫോണാണ്. അവരെ കൺസ്യൂം ചെയ്യണ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ വളരെ ഫാസ്റ്റ് പേസ്ഡ് ആയിട്ടുള്ള സംഭവമാണ്, സ്റ്റിമുലേറ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികളുടെ മുന്നിലേക്ക് ഈ കഥകളും കാര്യങ്ങളൊക്കെ കൊണ്ടുപോയി അത് പരിചയപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള കാര്യമല്ല. എന്നാലും അത് ചെയ്തു കഴിഞ്ഞാലുള്ള ഗുണം അത് എന്താണെന്നുള്ളത്, അതിനെക്കുറിച്ച് എങ്ങനെ അത് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചൊക്കെ നമുക്കൊന്ന് സംസാരിക്കാം. ആദ്യം തന്നെ കുട്ടികളിലേക്ക് ഇത് എങ്ങനെ എത്തിക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനിപ്പോൾ ഒരു ഉത്തരവേ ഉള്ളൂ: മുതിർന്നവരെ അനുഷ്ഠിച്ച് കാണിക്കുക. കുട്ടികൾ എന്താണോ അനുകരിക്കുന്നത് അത് മുതിർന്നവരെ സ്വന്തം വീട്ടിൽ എന്താണോ ചെയ്യുന്നത് നമ്മൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ അച്ഛനമ്മമാരെന്താണോ പറയുന്നത് അതിനനുസരിച്ച് പറയാനാണ് കുട്ടികൾ ശ്രമിക്കുക. അച്ഛനമ്മമാരെന്താണോ ചെയ്യണത് അതുപോലെ നോക്കി ചെയ്യാനാണ് കുട്ടികൾ ശ്രമിക്കുക. ഇന്നിപ്പോൾ ഗീതാജി പറഞ്ഞ ഉദാഹരണം തന്നെയാണ്. എന്തുകൊണ്ട് അഞ്ജലിക്ക് ഇവിടെ വന്നിരിക്കാൻ പറ്റണമെന്ന് പറഞ്ഞാൽ അഞ്ജലിയുടെ അച്ഛനും അമ്മയും ചെയ്ത് കാണിച്ചു തന്നത് കാരണമാണ്. കുട്ടിയാകുമ്പോൾ മുതലേ ഞാൻ കണ്ടുവരണം, എനിക്കത് ചെയ്യാതെ നിർവാഹമില്ല, കാരണം അതാണ് എൻ്റെ സംസ്കാരം എന്ന് ആ ഒരു അത്രയും ഇൻബിൽട്ടായിട്ട് കിട്ടിയിട്ടുള്ളത് കാരണമാണത്. അതല്ലാതെ ഒരു മാർഗമില്ല, അങ്ങനെ ഒരു ഭാവമാണ്. അപ്പോൾ അത് നമ്മൾ എന്താണോ സന്ധ്യാ നേരത്ത് നമ്മൾ കുട്ടികളുടെ മുന്നിൽ ഇരുന്നിട്ട് തന്നെ നാമം ജപിക്കുക, അതേപോലെ സത്സംഗങ്ങളിലേക്ക് അവരെ കൊണ്ടുപോവുക, നല്ല നല്ല കഥകൾ അവർക്ക് പറഞ്ഞു കൊടുക്കുക. ഇങ്ങനെയൊരു ശൈലിയിൽ നമ്മൾ അനുഷ്ഠിച്ച് കാണിക്കുന്ന സമയത്താണ് തീർച്ചയായിട്ടും കുട്ടികൾക്കത് അനുകരിക്കാനുള്ള ഒരു മനസ്സ്, ഒരു താല്പര്യം ഉണ്ടാവുന്നത് എന്നുള്ളത് ആദ്യത്തെ കാര്യം. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അതിന് തന്നെ ഇന്നത്തെ കാലത്ത് ആർക്കും സമയമില്ല. മാതാപിതാക്കന്മാർക്കായാലും സമയമില്ല, വീട്ടിലുള്ള മുതിർന്നവർക്കായാലും. നമ്മൾ തന്നെ മൊബൈൽ നോക്കി യൂട്യൂബും വാട്സപ്പും ഒക്കെ നോക്കിയിരിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ പിന്നെ കുട്ടികൾ ഫോൺ വേണമെന്ന് പറഞ്ഞിട്ട് വാശി പിടിക്കുന്നതിൽ നമ്മൾ അത്ഭുതപ്പെട്ടിട്ടൊന്നും കാര്യമില്ല. ആർക്കും സമയമില്ല. പിന്നെയും നമ്മുടെ സംസ്കാരത്തിനെ നിലനിർത്താൻ ശ്രമിക്കുന്നത് പലതരം പാഠ്യ ക്ലാസ്സുകൾ മുതലായിട്ടുള്ള കുട്ടികളെ അയച്ചും കൊണ്ടാണ്. അവിടെയും കണ്ടിട്ടുള്ള ഒരു ശൈലിയെ കുറ്റപ്പെടുത്തുകയല്ല, ഒരു പ്രശ്നം അതിലില്ലെന്ന് തോന്നിയിട്ടുണ്ട്, അത് കാരണം പറയാമെന്ന് മാത്രം. ആദ്യം തന്നെ ഒരു 10 വയസ്സൊക്കെ ആവണ കുട്ടികൾക്ക് ഭഗവത്ഗീത മുതലായിട്ടുള്ള ഗ്രന്ഥങ്ങൾ ഒക്കെ പരിചയപ്പെടുത്തുന്ന സമയത്ത് ഈ ആധ്യാത്മിക സംസ്കാരം അതിനെക്കുറിച്ച് ഒരു എക്സ്പോഷറും ഇല്ലാത്തൊരു കുട്ടിക്ക് ആദ്യം തന്നെ ഭഗവത്ഗീത പോലെയുള്ള ഒരു ഗ്രന്ഥം കൊടുക്കുന്ന സമയത്ത്, ഭഗവത്ഗീത എന്ന് പറഞ്ഞാൽ ഇത്രയും ശ്രേഷ്ഠമായിട്ടുള്ള ഒരു ഗ്രന്ഥം നമ്മുടെ സനാതന ധർമ്മത്തിൽ വേറെ ഇല്ല. അത് നന്നായിട്ട് മനസ്സിലാക്കിയ ഒരു വ്യക്തിക്ക് ജീവിതത്തിലെ ഏത് സന്ദർഭത്തിലും നാവിഗേറ്റ് ചെയ്യാൻ സാധിക്കും, ഒരു സംശയവുമില്ല. അപ്പോൾ കുട്ടികൾക്ക് അത് കൊടുക്കണമെങ്കിൽ തെറ്റുണ്ടെന്നല്ല പറഞ്ഞത്. പക്ഷേ ഭഗവത്ഗീതയെ ഇത്തിരിയെങ്കിലും പരിചയമുള്ള ആൾക്കാർക്ക് അറിയാം എത്ര ആഴത്തിലുള്ള തത്വങ്ങളാണ് ഭഗവത്ഗീതയിലുള്ളത്. 1ഉം 2ഉം കൂട്ടാനും ഗുണിക്കാനും പഠിക്കേണ്ട ആ പ്രായത്തിൽ കാൽക്കുലസും ടോപ്പോളജിയും കുട്ടിയുടെ കയ്യിലെടുത്ത് കൊടുക്കണ പോലെയാണ് ഭഗവത്ഗീത എന്ന് പറയുന്ന ഗ്രന്ഥം 10 വയസ്സിൻ്റെ താഴെയുള്ള കുട്ടികൾക്കൊക്കെ ആദ്യമായിട്ട് കൊണ്ടു കൊടുക്കുമ്പോൾ ആ കുട്ടി അത് പഠിക്കും. ശ്ലോകങ്ങൾ കാണാതെ പഠിക്കുന്നുണ്ടാവും, അർത്ഥം മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ടാവും. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ആ കുട്ടിക്ക് വരുന്ന ഒരു ഇംപ്രഷൻ എന്താണെന്ന് കൂടി നമ്മൾ ചിന്തിക്കണം. ഇത് ബോറിംഗ് ആണ്, ഇത് എന്നെ കൊണ്ട് പറ്റില്ല, ഇത് ഭയങ്കര കടുകട്ടിയാണ്. അങ്ങനെ ഒരു ഇംപ്രഷൻ വരുന്ന സമയത്ത് ഈ ആധ്യാത്മിക സംസ്കാരത്തിലേക്ക് കുട്ടിക്ക് പിന്നെ താല്പര്യം ഉണ്ടാവുകയാണോ ചെയ്യുക, അതോ അതിനെ തിരസ്കരിക്കുകയാണോ ചെയ്യുക കുട്ടി? പിന്നെ അതൊരു പക്ഷേ ഒരു സപ്താഹ വേദിയിലോ അല്ലെങ്കിൽ വേറൊരു വേദിയിലോ രാമായണ വേദിയിലോ എന്ത് ഒരു വേദിയിലും നല്ല മധുരമുള്ള കഥകൾ കേൾക്കുന്ന സമയത്തും ആ കുട്ടിയുടെ ഉള്ളിൽ ആദ്യം അത് തീരുമാനിച്ചു കഴിഞ്ഞു, ഇതെനിക്ക് പറ്റുന്ന സംഭവമല്ല, ഇത് പഴഞ്ചനാണ്, ഇത് ബോറിംഗ് ആണ്. ആ ഒരു ഇംപ്രഷൻ വന്നു കഴിഞ്ഞാൽ പിന്നെ ആ കുട്ടികളെ അതിലേക്ക് കൊണ്ടുവരാൻ ബുദ്ധിമുട്ടാണ്. നേരെ മറിച്ച് ഭഗവത്ഗീത അവർക്ക് കൊടുക്കാം. ആദ്യം അവർക്ക് കൊടുക്കേണ്ടത് അവർക്ക് ധരിക്കണ നല്ല നല്ല കഥകളുണ്ടല്ലോ. നമ്മുടെ ഗ്രന്ഥങ്ങളിൽ ഇഷ്ടം പോലെ കഥകളുണ്ട്. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധം എടുത്തു നോക്കൂ, ഇതിലും മധുരമുള്ള ഒരു ഭാഗം വേറെ ഉണ്ടോ? ആ കൃഷ്ണ കഥകൾ പറയും, ആചാര്യന്മാർ പറയും
കല്ലാണെന്നാ പറയുക. അത്രയും മാധുര്യാണ് കൃഷ്ണകഥകൾക്ക്. അപ്പൊ ആ കഥകൾ അവർക്ക് പറഞ്ഞു കൊടുക്കും. എത്രയധികം കഥകൾ, എത്രയധികം ഭക്ത കവികൾ അതിനെ അവരുടെ ഭാവനയിൽ കണ്ടിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കഥകൾ അവർക്ക് പറഞ്ഞു കൊടുക്കാം. ഇനി അതല്ല, കൃഷ്ണകഥകളുടെ കൂടെ തന്നെ നിങ്ങൾ ആരാവണം, നമുക്കൊക്കെ ഒരു റോൾ മോഡൽ ഉണ്ടാകുമ്പോഴാണ് നമുക്കൊരു കാര്യം ചെയ്യാനൊരു ഉത്സാഹം ഉണ്ടാവും. എന്നാൽ നിങ്ങളെപ്പോലെ ഒരു കുട്ടി ഉണ്ട് കേട്ടോ, നിങ്ങളെപ്പോലെ നിങ്ങളുടെ പ്രായത്തിൽ ഇത്രയും ചെറിയ പ്രായത്തിൽ ഇത് ചെയ്തിട്ടുള്ള, ഭഗവാനോട് ഭക്തിയുള്ള, നല്ല ആധ്യാത്മിക സംസ്കാരമുള്ള, നല്ല ശ്രേയസിലേക്ക് എത്തിച്ചേർന്ന കുട്ടി ഉണ്ട് കേട്ടോ എന്ന് പറഞ്ഞിട്ട് ഒരു റോൾ മോഡലായിട്ട്, ഒരു ഉദാഹരണമായിട്ട് കഥകൾ പറഞ്ഞു കൊടുക്കണോ? അതിനുണ്ടല്ലോ ഇഷ്ടം പോലെ. നാരായണീയം പഠിക്കുന്ന ആൾക്കാരാണ് ഇവിടെ. 17ാമത്തെ ദശകം എടുത്തു നോക്കൂ, അതിൽ കാണാം ധ്രുവൻ എന്ന് പറയുന്ന 5 വയസ്സായ കുട്ടിയുടെ കഥ. നമുക്കൊക്കെ പരിചയമുള്ളതാണ്. ഇനി വേണ്ട, ഒരു 10 പേജ് ഒന്ന് മറിച്ചു കഴിഞ്ഞാൽ 24ാമത്തെ ദശകം, അവിടെ കാണാം പ്രഹ്ലാദൻ എന്ന് പറയുന്ന ഉണ്ണിയുടെ കഥ. എത്ര കഥകളാണ് നമ്മൾക്ക് പറഞ്ഞു കൊടുക്കാം എങ്ങനെയാവണം നമ്മുടെ കുട്ടികൾ. എന്തിനാണെന്ന് പറഞ്ഞു കൊടുക്കണം? ഒരു കഥയായിട്ട്. ശരി, ഒരു 5, 6, 7 വയസ്സുള്ള കുട്ടിക്ക് ഒരു കഥയായിട്ട് ആദ്യം പറഞ്ഞു കൊടുക്കാം. പക്ഷെ അതിൻ്റെ പിന്നിൽ തന്നെ എത്ര വലിയ വലിയ ജീവിത പാഠങ്ങൾ ആ ഒരു കഥയിൽ നിന്ന് തന്നെ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കും. ധ്രുവന്റെ കഥ എടുത്ത് നോക്കൂ, ചെറുതായിട്ട് അതൊന്ന് കണ്ടുപിടിക്കാം. സ്വയംഭുവനും ശതരൂപാദേവി, അവർക്ക് 5 കുട്ടികൾ. അതിൽ ഏറ്റവും ഇളയ പുത്രനായിട്ടുള്ള ഉത്താനപാദൻ. ഉത്താനപാദ മഹാരാജാവിന് 2 പത്നിമാര്, സുനീതി, സുരുചി. 2 പേരിലും ഓരോ പുത്രന്മാര്, ധ്രുവൻ, ഉത്തമൻ. ഇതില് രാജാവിന് കൂടുതൽ പ്രിയം സുരുചി എന്ന് പറയുന്ന പത്നിയോടായിരുന്നു. സുനീതിയെ അവഗണിച്ചുകൊണ്ടുള്ള ഒരു ശൈലിയായിരുന്നു. അത് കാരണം തന്നെ ധ്രുവനോട് അവഗണനയുള്ള ശൈലിയായിരുന്നു. ഉത്തമനായിരുന്നു അച്ഛൻ്റെ അടുത്ത് കൂടുതൽ സ്നേഹവും വാത്സല്യമൊക്കെ കിട്ടിയിരുന്നത്. അപ്പൊ അങ്ങനെ ഉണ്ടായിരുന്ന സമയത്ത് ഇതിൽ നിന്ന് ആ ഒരു വരിയൊക്കെ പറഞ്ഞു കഥയിൽ അതിൽ തന്നെ എത്ര മനസ്സിലാക്കാനുണ്ട്. സുനീതി എന്താ ചെയ്തത്? സുനീതി തൻ്റെ ആ ഭർത്താവിൽ നിന്ന് അവഗണന അനുഭവിച്ചപ്പോൾ സുനീതി ഒരിക്കലും തളർന്ന് അവിടെ ഇരിക്കുന്നില്ല. അല്ലെങ്കിൽ പുത്രനായ ധ്രുവന് അച്ഛൻ്റെ കുറ്റം പറഞ്ഞു കൊടുക്കുക, അല്ലെങ്കിൽ ചെറിയമ്മയുടെ കുറ്റം പറഞ്ഞു കൊടുക്കുന്നല്ല ചെയ്യുന്നത്, ഭഗവാനെ ആശ്രയിക്കുക ചെയ്യുന്നത്. സുനീതിയുടെ ഏറ്റവും വലിയ ലക്ഷണമായിട്ട് ഭാഗവതത്തിൽ പറയാം, ഭഗവാനെ ആശ്രയിച്ച് ജീവിച്ചവളാണെന്നാണ്. നമുക്ക് പഠിക്കാമല്ലോ, നമ്മുടെ ജീവിതത്തിലും നമ്മുടെ ബന്ധുജനങ്ങളും നമ്മളെ ഒറ്റപ്പെടുത്തിയെന്ന് വരാം, അവഗണിച്ചു എന്ന് വരാം. നമ്മളൊക്കെ അനുഭവിക്കുന്ന ആൾക്കാർ തന്നെയാണ്. ആ സമയത്ത് നമ്മൾ തളർന്നിരിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഭഗവാനെ ആശ്രയിക്കുക, ധർമ്മത്തിൽ നമ്മൾ സഞ്ചരിക്കുക. നമ്മുടെ കർമ്മം എന്താണോ അത് ഭഗവാനെ സമർപ്പിച്ച് ചെയ്യുക. ബാക്കിയൊക്കെ നോക്കേണ്ട ഉത്തരവാദിത്തം അദ്ദേഹത്തിൻ്റെയാണ്. ആ ഒരു കാര്യം ഇവിടെ സുനീതി കാണിച്ചു തരുന്നുണ്ട്. അങ്ങനെ ആ കുട്ടികൾ വളർന്നു വന്നു. ധ്രുവനും ഉത്തമനും വലിയ വലിയ പൊളിറ്റിക്സ് ഒക്കെ കുടുംബത്തിൽ നടക്കുന്നുണ്ടെങ്കിലും കുട്ടികൾക്ക് അത് മനസ്സിലാകാനുള്ള പ്രായമൊന്നും ആയിട്ടില്ല. അങ്ങനെ അവർ കളിച്ചു വരുന്ന സമയത്ത് ഒരു ദിവസം അച്ഛൻ സിംഹാസനത്തിൻ്റെ മുകളിൽ ഇരിക്കുന്നുണ്ട്. അങ്ങനെ അച്ഛനെ കണ്ട സമയത്ത് ഉത്തമൻ എന്ന് പറയുന്ന പുത്രൻ ഓടി ചെന്ന് അച്ഛൻ്റെ മടിയിലേക്ക് അങ്ങോട്ട് കയറി. അച്ഛൻ വാരി എടുത്ത് മടിയിൽ വെച്ചു. ധ്രുവൻ കുറച്ചു നേരം നോക്കിയെന്നാ. ഇങ്ങനെ ഒരു സംഭവം ചെയ്ത് പരിചയമില്ല. ഇതുവരെ അച്ഛൻ തന്നെ ലാളിച്ചിട്ടില്ല, അങ്ങനെ ഒന്ന് വാത്സല്യിച്ചിട്ടില്ല. ഒരു പക്ഷേ തൻ്റെ സഹോദരനായ ഉത്തമൻ ചെയ്ത പോലെ ഞാൻ ഓടിച്ചെന്ന് പോവാനിട്ടാവും ഒരു പക്ഷേ അച്ഛൻ എന്നെ വാരി എടുക്കാത്തത് എന്ന് വിചാരിച്ചിട്ട് ആ അച്ഛൻ്റെ അടുത്തേക്ക് ഓടിച്ചെന്ന സമയത്ത് അച്ഛൻ എടുക്കണില്ല. അച്ഛന് ധൈര്യം വേണ്ടേ അതിന്. അപ്പോഴേക്കും അവിടെ രംഗപ്രവേശം ചെയ്തിട്ടുണ്ട് സുരുചി ചെറിയമ്മ. സുരുചി അവിടെ വന്നിട്ട് തൻ്റെ മനസ്സിലുള്ള വിഷം എന്താണോ അത് മുഴുവൻ പുറത്തേക്ക് അങ്ങോട്ട് കാണിക്കുകയാണ്. സുരുചി എന്തൊക്കെയാണ് അവിടെ പറയുന്നത് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് തന്നെ അത്ഭുതം തോന്നും. ആ 5 വയസ്സായ ഉണ്ണിയോട് പറയുകയാണ്, നിനക്ക് അച്ഛൻ്റെ മടിയിൽ ഇരിക്കണം ആണല്ലേ ആഗ്രഹം, അതൊക്കെ നീ ഇപ്പം കാണിക്കും. നീ ആരുടെ പ്രേരണ കൊണ്ടാണ് ഇവിടെ വന്നതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. നാളെ ആ സിംഹാസനത്തിൻ്റെ മുകളിൽ ഇരിക്കാനുള്ള ഭാവമാണ് നിനക്ക്. അങ്ങനെ നിനക്ക് സാധിക്കില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നീ അവളുടെ ഗർഭത്തിൽ വന്ന് ജനിച്ച ആളാണ്. അതുകൊണ്ട് നിനക്ക് പറ്റില്ല. ഇനി നിനക്ക് അച്ഛൻ്റെ മടിയിലും സിംഹാസനത്തിൻ്റെ മുകളിലൊക്കെ ഇരിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യുക, നീ ഭഗവാനോട് പോയി പറയുക, തപസ് ചെയ്തിട്ട് എൻ്റെ ഗർഭത്തിൽ വന്ന് ജനിക്കുകയാണെന്നുണ്ടെങ്കിൽ നിനക്ക് സാധിക്കും എന്നാണ് പറയുന്നത്. 5 വയസ്സായ ഉണ്ണിക്ക് തപസ് ചെയ്യുക, ചെറിയമ്മയുടെ ഗർഭത്തിൽ പോയി ജനിക്കുന്നതൊക്കെ പറഞ്ഞാൽ വല്ലതും മനസ്സിലാകുമെന്ന് മനസ്സിലാവില്ല. പക്ഷേ ആ വാക്കുകളുടെ അർത്ഥം മനസ്സിലായില്ല എന്നുണ്ടെങ്കിലും പറഞ്ഞ ശൈലി നമുക്കും അങ്ങനെയല്ലേ. ചിലപ്പോൾ ഭാഷ മനസ്സിലായിക്കൊള്ളുന്നില്ല, പക്ഷെ പറഞ്ഞത് ചീത്തയാണെന്ന് നമുക്ക് നന്നായിട്ട് മനസ്സിലാവും. അതേപോലെ തന്നെ ആ ഉണ്ണിക്ക് അതിൻ്റെ അർത്ഥം ഒന്നും മനസ്സിലായില്ല എന്നുണ്ടെങ്കിലും ആ ഉണ്ണി മനസ്സിലാക്കി ചെറിയമ്മ ശകാരിച്ചതാണ്. വിഷമായി നേരെ ഓടി തൻ്റെ അമ്മയുടെ അടുത്തേക്ക്. അപ്പോഴേക്കും സുനീതി കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് സുനീതി അവിടെ കാണിച്ചു തരികയാണ്. ആദ്യം പറഞ്ഞല്ലോ, ധ്രുവനെ പോലെയുള്ള കുട്ടികളെ വാർത്തെടുക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം വേണ്ടത് സുനീതിയെ പോലെയുള്ള മാതാപിതാക്കന്മാരാവണം. സുനീതി ഇവിടെ കാണിച്ചു തരുന്നു ഒരു നല്ല അമ്മ അല്ലെങ്കിൽ ഒരു നല്ല അച്ഛൻ എങ്ങനെയാവണം എന്നുള്ളത് കാണിച്ചു തരുന്നു. അവിടെ സുരുചി ചെറിയമ്മ പറഞ്ഞ ആ കാര്യത്തിനെ കുട്ടി അവിടെ പറഞ്ഞ സമയത്ത് കുട്ടിയോട് പറയുകയാണ്, ഇതിലിപ്പോൾ എന്താ അത്ഭുതപ്പെടാനുള്ളത്, ഇതിലെന്താ വിഷമിക്കാനുള്ളത്, കരയാനുള്ളത്,
നോക്കൂ അവിടെ എന്താ കാണിച്ചു തരുന്നത്. വേണമെന്നുണ്ടെങ്കിൽ ആ അമ്മയ്ക്ക് പറയാം, ആ സുരുചി ചെറിയമ്മ ചീത്തയാണ്, നമുക്ക് അവരെ ഒരു പാഠം പഠിപ്പിക്കണം, നമുക്ക് പ്രതികാരം ചെയ്യണം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. പക്ഷെ അതല്ല ചെയ്യുന്നത്. അത് എന്താ രണ്ട് കാരണം ചിന്തിക്കണം അവിടെ. ഒന്നാമത്, ആരെക്കുറിച്ച് വിഷം പാകണു എന്നുള്ളതിൽ പ്രസക്തിയില്ല. വിഷം പാകണ സമയത്ത് ആ കുട്ടിയുടെ മനസ്സാണ് നശിക്കുന്നത്. തൻ്റെ കുട്ടി, തൻ്റെ ആ ഉണ്ണിയുടെ മനസ്സ് അവിടെ നശിക്കാൻ പാടില്ല എന്ന അമ്മയ്ക്ക് നിർബന്ധമുണ്ട്. അത് കാരണം അവിടെ വിഷം പാകണില്ല. രണ്ടാമത്തെ കാര്യം, ഇന്ന് നമ്മളൊക്കെ വലിയ വലിയ മോട്ടിവേഷൻ സ്പീച്ചും കാര്യങ്ങളും യൂട്യൂബിൽ അവിടെ ഇവിടെയൊക്കെ കാണുന്ന സംഭവം തന്നെയാണ്. നമ്മളോട് ഒരാൾ എന്ത് പറഞ്ഞു, എന്ത് പെരുമാറി എന്നുള്ളതിനെ എങ്ങനെ ഇന്റർപ്രറ്റ് ചെയ്യണം എന്നുള്ളത് നമ്മുടെ ചോയ്സാണ്. അതിനെ പോസിറ്റീവായിട്ട് ഇന്റർപ്രറ്റ് ചെയ്യുക എന്നുള്ള കാര്യം ഇന്ന് നമ്മൾ ഇന്നത്തെ മോഡേൺ മോട്ടിവേഷൻ ആണെന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന കാര്യം ഭാഗവത അന്ന് അനുഷ്ഠിച്ച് കാണിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. സുനീതി അവിടെ കാണിച്ചു തരുന്നു ആ പറഞ്ഞതിനെ എങ്ങനെ ആ കുട്ടിക്ക് നന്മ വരുന്ന രീതിയിൽ അതിനെ എങ്ങനെ ഇന്റർപ്രറ്റ് ചെയ്യാം എന്നുള്ള രീതിയിൽ അവിടെ കാണിച്ചു തന്നു. ഉണ്ണിയോട് പറഞ്ഞു ഇത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ഉണ്ണി ചിന്തിച്ചു, അമ്മ പറഞ്ഞതും ഒന്നാണ്, ചെറിയമ്മ പറഞ്ഞതും ഒന്നാണ്. തനിക്കുള്ള ആഗ്രഹം എന്താണോ അത് പറയേണ്ടത് ഭഗവാന്റെ അടുത്താണ്. ഭഗവാന് മാത്രമേ അത് സാധിച്ചു തരാൻ സാധിക്കൂ. ആയിക്കോട്ടെ, ഉണ്ണി പുറപ്പെട്ടു എന്നാണ്. ഉണ്ണി എങ്ങനെയാണ് പുറപ്പെട്ടത്? അമ്മ വിചാരിച്ചു ഉണ്ണി ആ പൂജാമുറിയിൽ പോയിട്ട് കുറച്ചു നേരം നാം എന്തെങ്കിലും ചെല്ലുണ്ടാവുമെന്നാണ് വിചാരിച്ചത്. ഉണ്ണി പുറപ്പെട്ടത് ചെറിയമ്മ പറഞ്ഞ പോലെ തപസ് ചെയ്യാൻ തന്നെയാണ്. കൊടും കാട്ടിലേക്കാണ് പുറപ്പെട്ടത്. എന്താണ് ഉദ്ദേശം? ഭഗവാനെ കാണണം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് പുറപ്പെട്ടത്. ഭക്തൻ തന്നെ സാക്ഷാത്കരിക്കണം എന്നുള്ള ആത്മാർത്ഥമായ ആഗ്രഹത്തോടു കൂടി പുറപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ അത് നടത്തി കൊടുക്കുക എന്നുള്ളത് ആ ഭക്തന്റെ ഉത്തരവാദിത്തമല്ല, ഭഗവാന്റെ ഉത്തരവാദിത്തമാണ്. ആ ഉണ്ണി 5 വയസ്സായ ഉണ്ണി കൊടും കാട്ടിലെ ദുഷ്ടമൃഗങ്ങളുള്ള കാട്ടിലേക്ക് പുറപ്പെട്ട സമയത്ത് ആ കുട്ടിയുടെ സുരക്ഷിതത്വം എന്ന് പറയുന്നത് ഗുരുവായൂരപ്പന്റെ ഉത്തരവാദിത്തമാണ്, ഭഗവാന്റെ ഉത്തരവാദിത്തമാണ്. അവിടെ ആ ഉണ്ണിക്ക് യാതൊന്നും അറിയില്ല. അജ്ഞാനിയായിട്ടുള്ള ആ ഉണ്ണിയെ നേർവഴിക്ക് നയിക്കാൻ അവിടെ ഒരു ഗുരുനാഥൻ ആവശ്യമാണ്. വൈകുണ്ഠത്തിലിരിക്കുന്ന ഭഗവാൻ അതിനെ നിയോഗിച്ചു നാരദ മഹർഷിയെ. നാരദ മഹർഷി ആ ഒരു സന്ദർഭത്തിലേക്ക് അവിടെ വരികയാണ്. ആദ്യം തന്നെ ഉണ്ണിയെ പിന്തിരിപ്പിക്കുകയാണ്. നല്ലൊരു ഗുരുനാഥന്റെ ലക്ഷണം കാണിച്ചു തരിക. ഒരു കാര്യത്തിന് ഒരു ശിഷ്യൻ പുറപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആദ്യം പരീക്ഷിക്കണം എന്നാണ്. മനസ്സ് എത്രത്തോളം ഉറച്ചിട്ടുണ്ട് എന്നുള്ളത് ആദ്യം പരീക്ഷിക്കണം. കാരണം ഇല്ലാന്നുണ്ടെങ്കിൽ ചെറിയൊരു ഡിസ്ട്രാക്ഷൻ വരുമ്പോഴേക്കും അതിന് പിന്നാലെ പോകും. ആ വിചാരിച്ച കാര്യം എന്താണോ ആ ലക്ഷ്യത്തിന് മറക്കും. ഇവിടെ പരീക്ഷിക്കുകയാണ്. ഇഷ്ടം പോലെ തവണ ആ നാരദ മഹർഷി ചോദിക്കുന്നുണ്ട്, എന്തിനാ ഉണ്ണി, നിനക്ക് 5 വയസ്സല്ലേ ആയിട്ടുള്ളൂ, ഇപ്പൊ കളിപ്പാട്ടങ്ങളുടെ കൂടെ കളിക്കേണ്ട പ്രായം, അല്ലാതെ ഭഗവാനെ തപസ് ചെയ്യേണ്ട പ്രായമൊന്നുമല്ല അല്ലെ, ഇപ്പൊ ബാല്യാണ്. ഈ ബ്രഹ്മചര്യം കഴിയട്ടെ, അത് കഴിഞ്ഞ് ഗാർഹസ്ഥ്യുണ്ട്, രാജഭരണമൊക്കെ കഴിഞ്ഞ് വാനപ്രസ്ഥമായി കഴിഞ്ഞാൽ അപ്പം പുറപ്പെടാം ഭഗവാനെ കാണാൻ. ഇപ്പൊ ചെല്ലും, കൊട്ടാരത്തേക്ക് തിരിച്ചു ചെല്ലും എന്ന് പറയാണ്. ഉണ്ണി പറയുന്നില്ല, എനിക്ക് ഭഗവാനെ കാണണം നിർബന്ധം. പിന്നെ പറയുന്നുണ്ട്, എന്താ പ്രശ്നം, സുരുചി ചെറിയമ്മ ചീത്ത പറഞ്ഞതാണോ? സുരുചി ചെറിയമ്മയോട് ഞാൻ പറയാം, ഞാൻ പോയിട്ട് പറഞ്ഞു മനസ്സിലാക്കിപ്പിച്ച മനസ്സിലാവാതിരിക്കുന്നില്ല. നീ അച്ഛൻ്റെ മടിയിൽ ഇരിക്കണം എന്നാണോ? അച്ഛൻ ഞാൻ പറഞ്ഞാൽ കേൾക്കാതിരിക്കില്ല, ഞാൻ പറയാം, നടക്കു കൊട്ടാരത്തിലേക്കില്ല. ഉണ്ണി കേൾക്കണില്ല. പിന്നെ പറയുന്നുണ്ട്, രാത്രിയായതൊന്നും ആവില്ല കേട്ടോ അവസ്ഥ, അമ്മയെ കാണണമെന്ന് പറഞ്ഞിട്ട് കരയാൻ തുടങ്ങും. അപ്പോൾ പേടിയാവും, തിരിച്ച് നമുക്ക് കൊട്ടാരത്തേക്ക് പോവാം എന്നൊക്കെ പറഞ്ഞാലും 5 വയസ്സല്ലേ ആയുള്ളൂ എന്ന് എടുത്ത് നാരദ മഹർഷി ചോദിച്ചപ്പോൾ ഉണ്ണി തിരിച്ചു ചോദിച്ചു എന്നാണ്, 5 വയസ്സേ ആയുള്ളൂ എന്ന് അങ്ങ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ടല്ലോ, അതെന്റെ യോഗ്യത ഇല്ലാഞ്ഞിട്ടാണോ? 5 വയസ്സായ ഉണ്ണിക്ക് ഭഗവാനെ സാക്ഷാത്കരിക്കാൻ പറ്റില്ല എന്നുണ്ടോ? എനിക്ക് വേണ്ട ക്വാളിഫിക്കേഷൻ ഇല്ലാഞ്ഞിട്ടാണോ അങ്ങനെ ചോദിക്കണമെന്ന് ചോദിച്ചപ്പോൾ പിന്നെ നാരദരെ ഒന്നും വേണ്ടിയില്ല. ഉണ്ണി നിനക്ക് തന്നെയാണ് ക്വാളിഫിക്കേഷൻ ഉള്ളതെന്നാ, നിനക്കാണ് ഏറ്റവും അധികം ക്വാളിഫിക്കേഷൻ ഉള്ളത്. കാരണം തൻ്റെ പേരിനെ അന്വർത്ഥമാക്കുന്ന രീതിയിൽ, ധ്രുവൻ എന്ന് പറഞ്ഞാൽ ദൃഢനിശ്ചയത്തോടു കൂടി പുറപ്പെട്ട ആളെന്നാണ് അതിൻ്റെ അർത്ഥം. ആ പേരിനെ അന്വർത്ഥമാക്കുന്ന രീതിയിൽ ഭഗവാനെ സാക്ഷാത്കരിക്കാൻ പുറപ്പെട്ടു. ശരി, അവിടെ ഉപദേശം കൊടുക്കുകയാണ്, മധുവനത്തിൽ ചെന്നോളൂ, ഭഗവാനെ തപസ് ചെയ്തോളൂ. തപസ് എങ്ങനെയാണ് ചെയ്യേണ്ടത്? ആ ഭഗവാന്റെ സസ്യശ്യാമള കോമള രൂപം അവിടെ നല്ലോണം വർണ്ണിച്ച് ആ ഉണ്ണിയുടെ മനസ്സിലേക്ക് അങ്ങോട്ട് നല്ലോണം അങ്ങോട്ട് പതിഞ്ഞു എന്നാണ്. പിന്നെ പറഞ്ഞു കൊടുത്തു ആ ദ്വാദശാക്ഷരി മന്ത്രം, ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന് പറയുന്ന ആ മന്ത്രം അവിടെ പറഞ്ഞു കൊടുത്തു. ഉണ്ണി ഉപാസിച്ചോളൂ എന്ന് പറഞ്ഞതാണ്. ഉണ്ണി പുറപ്പെട്ടു തപസ്സിന്. സാധാരണഗതിക്ക് നമ്മള് ഗ്രന്ഥങ്ങളിലൊന്നും കാണണ പോലെ ഒരു തപസ്സല്ല ഉണ്ണിയുടെ തപസ്. ബാലസ്വലർപ്പിതമന ക്രമവർദ്ധിതേന നിന്നെ കഠോര തപസാ കില പഞ്ചമാസാൻ ഭട്ടതിരി പറയുന്നു. ക്രമേണ അതിന്റെ കാഠിന്യം കൂട്ടിക്കൊണ്ടുവന്നു എന്നാണ്. 5 മാസം കൊണ്ടാണ് ഭഗവാനെ സാക്ഷാത്കരിച്ചത്. നമ്മൾ കഥകളൊക്കെ കേട്ട 1000 സംവത്സരം തപസ് ചെയ്തിട്ട് അല്ലെ, അനേകായിരം സംവത്സരങ്ങൾ തപസ് ചെയ്തിട്ട് അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറയുന്ന കാസുരന്മാരും മറ്റുള്ളവരും ഒക്കെ. ഇവിടെ പറഞ്ഞ 5 മാസം കൊണ്ട് സാധിച്ചു എന്നാണ്. എങ്ങനെയാണ്? ആദ്യത്തെ മാസം ഈ ഉണ്ണി 3 ദിവസം കൂടുമ്പോഴേ കണ്ണ് തുറക്കുള്ളൂ. കണ്ണ് തുറന്നിട്ട് വല്ല പഴങ്ങളോ എന്തെങ്കിലും ഭക്ഷിക്കും. അത് കഴിഞ്ഞ് 2ാമത്തെ മാസമായപ്പോഴേക്കും 6
അഞ്ചാമത്തെ മാസമായപ്പോഴേക്കും 12 ദിവസം കൂടുമ്പോൾ മാത്രം കണ്ണ് തുറക്കും. ശ്വാസവായു മാത്രം ഒന്ന് ഉള്ളിലേക്ക് എടുത്തിട്ട് വീണ്ടും തപസ്സാണ്. 5ാമത്തെ മാസമായപ്പോഴേക്കും ശ്വാസം പോലും വേണ്ടെന്നാണ് ഉണ്ണിക്ക്. അങ്ങനെ സ്തംഭം പോലെ അവിടെ നിന്നിട്ട് ഭഗവാൻ തപസ് ചെയ്യാണ്. ഉണ്ണി ശ്വാസം സ്വീകരിക്കാതിരുന്നപ്പോൾ രസം എന്താണ്ടായതെന്ന് വെച്ചാൽ ലോകത്തിലാർക്കും ശ്വാസം കിട്ടാതെ ആയിരിക്കാം. ഭഗവാന്റെ പ്രത്യേകതയാണ്. തൻ്റെ ഭക്തന് വേണ്ടിയിട്ട് ഏതറ്റം വരെയും ഭഗവാൻ പോകുന്നു കാണിക്കുകയാണ്. ആ ഭക്തന്റെ ഉദാഹരണം അവിടെ കാണിച്ചു തരികയാണ്. എല്ലാവരും അവിടെ ശ്വാസം മുട്ടി അവസാനം ദേവന്മാർ വന്ന് ഭഗവാന്റെ കാൽക്കൽ വീണ് നമസ്കരിച്ച് പറയുകയാണ്, പറ്റില്ല കേട്ടോ, ഞങ്ങൾക്ക് പറ്റണില്ല, അത് കാരണം ഉണ്ണിയെ പോയിട്ടൊന്ന് അനുഗ്രഹിക്കും എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് തിടുക്കായി എൻ്റെ ഉണ്ണിയെ കാണാമെന്ന് പറഞ്ഞിട്ട് ഭഗവാൻ അങ്ങോട്ട് പുറപ്പെട്ടു. അങ്ങോട്ട് പുറപ്പെട്ടതിന് ശേഷം ഭഗവാൻ മുന്നിൽ വന്ന് നിൽക്കുന്നുണ്ട്. ഉണ്ണി കണ്ണ് തുറന്നാലല്ലേ കാണുള്ളൂ. എന്തിനാ അപ്പോൾ കണ്ണ് തുറക്കണത്? നന്നായിട്ട് മനസ്സിൽ കാണുന്നുണ്ട് എന്നാ. പിന്നെ അപ്പോൾ കണ്ണ് തുറന്നിട്ട് സാക്ഷാത്തായിട്ട് കാണേണ്ട ആവശ്യമില്ല. ഭഗവാൻ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടത് തന്നെ അറിഞ്ഞിട്ടില്ല ഉണ്ണി. ഭഗവാൻ ഒരു സൂത്രം പ്രയോഗിച്ചു എന്നാണ്. ഉണ്ണി മനസ്സിൽ കാണുന്ന ആ രൂപം എന്താണോ അതങ്ങോട്ട് പെട്ടെന്ന് മറച്ച സമയത്ത് ഇത്രയും ദിവസം ഞാൻ തപസ് ചെയ്ത ആ രൂപമാണ്, ഇതെവിടെ പോയി എന്ന് വിചാരിച്ച് കണ്ണങ്ങോട്ട് തുറന്നപ്പോഴേക്കും സാക്ഷാത്തായിട്ട് കണ്ണിൻ്റെ മുന്നിൽ കണ്ടു എന്നാണ്. ഇതൊരു സന്തോഷമാണ് ആ ഉണ്ണിക്ക്. 5 വയസ്സേ ആയിട്ടുള്ളൂ. അത് എടുത്തെടുത്ത് പറയും. ശ്രീശുഖ ബ്രഹ്മർഷി ആയാലും പറയും, ഭട്ടതിരി ആയാലും പറയും 5 വയസ്സേ ആയിട്ടുള്ളൂ, 5 വയസ്സായിട്ടുള്ളൂ. കാരണം അതിന് മാഹാത്മ്യം കാണിക്കാൻ 50 വയസ്സായിട്ട് നമുക്ക് സാധിക്കുന്നില്ല. 5 വയസ്സിൽ ആ ഉണ്ണിക്ക് സാധിച്ചിട്ടുണ്ട്. എന്തുകൊണ്ട് സാധിച്ചു? 5 വയസ്സിൽ പുറപ്പെട്ടതുകൊണ്ട് സാധിച്ചു. 50-ാം വയസ്സിലോ 30-ാം വയസ്സിലോ 20-ാം വയസ്സിലോ പുറപ്പെട്ടാൽ ചിലപ്പോൾ സാധിച്ചോളുന്നില്ല. അത് കാരണം 5 വയസ്സിൽ കൊടുത്തോളൂ എന്ന് കാണിച്ചു തരികയാണ്. ഇവിടെ ആ ഉണ്ണിക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഭഗവാനെ ഒന്ന് പോയിട്ട് കെട്ടിപ്പിടിക്കണമെന്നുണ്ട്, ഒന്ന് ഉമ്മ വയ്ക്കണമെന്നുണ്ട്. ഇല്ല, ഭഗവാനെ ഒന്ന് സ്തുതിക്കണം. ഭഗവാൻ മുന്നിൽ വന്ന് ആദ്യം ഒന്ന് സ്തുതിക്കുകയല്ലേ വേണ്ടത്. ഈ കുട്ടിക്ക് എന്താ അറിയാം? സംസ്കൃതം അറിയോ? തത്വങ്ങൾ അറിയോ? ഒന്നും അറിയില്ല ആ കുട്ടിക്ക്. പക്ഷെ നല്ല ആഗ്രഹമുണ്ട് ഉള്ളിൽ ചെയ്യണം. അതേ ഭഗവാൻ നോക്കണമെന്ന് തോന്നാം. ഭഗവാൻ ആ ആത്മാർത്ഥമായ ആഗ്രഹം, ആ മനസ്സ് മാത്രമേ ഭഗവാൻ നോക്കുള്ളൂ. ഭഗവാൻ ശരി ആയിക്കോട്ടെ, സ്തുതിക്കണം എന്നുണ്ടെങ്കിൽ ആയിക്കോട്ടെ. തൻ്റെ ജ്ഞാനരൂപമായ ശംഖർ ആ കുട്ടിയുടെ കവിൾത്തടത്തിലൊന്ന് തൊട്ടുകൊടുത്തു എന്നാണ്. അവിടെ നിന്ന് അതിഗംഭീരമായിട്ടുള്ള സ്തുതി. യോന്തപ്രവിശ്യമമവാചമിമാം പ്രസുപ്താം സഞ്ജീവയത്യഖില ശക്തിധരസ്വധാംന അന്യാംശ ഹസ്തചരണശ്രവണത്വഗാദീൻ പ്രാണാൻ നമോ ഭഗവതേ പുരുഷായ തുഭ്യം. കാണിച്ചു തരികയാണ്. പ്രഹ്ലാദൻ അല്ലെങ്കിൽ ധ്രുവൻ എന്നുള്ള ഈ ഉണ്ണികളൊക്കെ നമുക്ക് എന്താ കാണിച്ചു തരുന്നത്? ധ്രുവൻ അവിടെ സ്തുതിക്കാൻ സാധിച്ചത് ഭഗവാന്റെ ആ ശംഖർ തൻ്റെ കവിൾത്തടത്തിൽ തട്ടിയപ്പോഴാണ് നമ്മൾ പറഞ്ഞു. നമുക്ക് എങ്ങനെയാ സാധിക്കുന്നത്? ഇങ്ങനെ ഒച്ച ഉണ്ടാക്കാനും ആ നാമം ചൊല്ലാനും നാളെ നാരായണീയം പാരായണം ചെയ്യാനും നാരായണ എന്നുള്ള നാമം എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ആ ഭഗവാൻ അനുവദിക്കണം, എന്നാലേ സാധിക്കുള്ളൂ. അല്ലാതെ സാധിക്കുമെന്ന് തോന്നുന്നതൊക്കെ ശുദ്ധഘോഷമാണ്. ശുദ്ധഘോഷമാണ്. എനിക്ക് സാധിക്കും എന്നങ്ങനെ വിചാരിച്ചാൽ നാരായണ എന്ന് പോലും ജപിക്കാൻ പറ്റില്ല. അത്ര വാത്സല്യം ഭഗവാൻ, അത്ര സ്നേഹമാണ്. അഹങ്കാരം കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ ഭഗവാൻ ശിക്ഷിക്കുന്നുള്ളത്. അങ്ങനെ സാധിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഭാഗ്യം ചെയ്തവരാണല്ലോ, അതും പറയട്ടെ. അങ്ങനെ ആ ഉണ്ണി അവിടെ അനുഗ്രഹിച്ചു. ഉണ്ണി ആഗ്രഹിച്ചത് അച്ഛൻ്റെ മടിയിലൊന്നിരിക്കണം. ഭഗവാൻ കൊടുത്തത് 36,000 സംവത്സരം ഈ രാജാവായിട്ട് ഈ ലോകം മുഴുവൻ ഭരിക്കാം. അതിനുശേഷം നിന്റെ ദേഹം ഉപേക്ഷിക്കേണ്ട സമയമായി കഴിഞ്ഞാൽ നിനക്ക് ധ്രുവലോകത്ത് സ്ഥാനം. ധ്രുവലോകം എന്താ? സപ്തർഷികൾ പോലും പ്രദക്ഷിണം വെക്കുന്ന സ്ഥാനമാണെന്നാണ് പറയുന്നത്. അത്രയും ശ്രേഷ്ഠമായ സ്ഥാനത്ത് ഭഗവാൻ ആ ഉണ്ണിക്ക് അനുഗ്രഹം കൊടുത്തു എന്നാണ് മെൽപ്പത്തൂര് പറയും. ആദ്യത്തെ ദശകത്തിൽ തന്നെ പറയും, ആ ഭക്തന്മാര് ആഗ്രഹിക്കുന്നതും ആഗ്രഹിക്കാത്തതും ഒക്കെ വാരിക്കോരി കൊടുക്കുന്ന ഭഗവാൻ. ഭഗവാന്റെ സ്വഭാവം അങ്ങനെയാണ്. നമ്രാണാം സന്നിധത്സേ സതതമപി പുരസ്തൈരനഭ്യർത്ഥിതാനഭ്യർത്ഥാൻ കാമാനജസ്രം വിതരതി പരമാനന്ദ സാന്ദ്രാം ഗതിഞ്ച. ഭഗവാന്റെ സ്വഭാവമാണത്. ഭക്തൻ എന്താണോ ആഗ്രഹിക്കുന്നത് അതും കൊടുക്കും, അതിൻ്റെ 100 ഇരട്ടി കൊടുക്കും. ഭക്തൻ അങ്ങോട്ട് പറയും, യു മതി ഗുരുവായൂരപ്പ എന്ന് പറയുന്ന ഒരു ശൈലിക്ക് അങ്ങോട്ട് കൊണ്ടേ ആക്കുന്നതാണ്. അതിന് നമുക്ക് സാധിച്ചിട്ടില്ല മനസ്സിലാക്കാൻ നമ്മൾ ആ ഭക്തിക്ക് എത്തിയിട്ടില്ല. ഞാൻ ആഗ്രഹിക്കുന്നുണ്ടല്ലോ, എനിക്കും ഒരുപാട് ആഗ്രഹങ്ങളുണ്ടല്ലോ, എന്നിട്ട് എന്നെ ഭഗവാൻ സാധിപ്പിച്ച് തരാത്തത് എന്നുള്ള ഒരു അങ്ങനെ ഒരു സംശയം നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക, ആ ഭക്തിക്ക് നമ്മൾ ഉയരാനാവണതേ ഉള്ളൂ. ശരി, പുറപ്പെട്ടിട്ടുണ്ട്, ആ ഭാവത്തിൽ തന്നെ മുന്നോട്ട് പോവുക എന്നാണ് മനസ്സിലാക്കേണ്ടത്. അങ്ങനെ ആ ധ്രുവൻ ആ ശ്രേയസ്സിലേക്ക് എത്തിച്ചേർന്ന കഥ, ഈ കഥ ആ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് അവർക്കായാലും മനസ്സിലാക്കാൻ എത്ര കാര്യങ്ങൾ അല്ലെ. തന്നെ ആ ലോകം ഒറ്റപ്പെടുത്തുന്ന സമയത്തും നമ്മൾ ഒറ്റപ്പെട്ടിട്ടല്ല നിൽക്കുന്നത്. ഇന്ന് ലോകത്തിൽ ഏറ്റവും അനുഭവിക്കുന്ന ഒരു വലിയ മാനസിക പ്രശ്നം എന്താണെന്ന് വെച്ചാൽ താൻ ഒറ്റപ്പെടുന്നു എന്നുള്ളൊരു തോന്നലാണ്.
മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യമാണ്, സൈക്കോളജിസ്റ്റൊക്കെ പറയുന്ന കാര്യമാണ്. എനിക്ക് ആരുമില്ല, എന്നെ മനസ്സിലാക്കാൻ ആരുമില്ല, ഞാൻ പറയുന്നത് ഒന്ന് കേൾക്കാൻ ആരുമില്ല, എനിക്കൊന്ന് തുറന്ന് സംസാരിക്കാൻ ആരുമില്ല എന്നുള്ള ഒരു വിഷമമാണ് ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധി. ഈ ഒരു കാര്യത്തിനൊരു നിവാരണം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരുപാട് പേർക്ക് മാനസിക സംഘർഷം എന്നുള്ള ഒരു കാര്യം നേരിടാൻ സാധിക്കും. ഈ കഥകൾ കാണിച്ചു തരുന്നത് എന്താ? പ്രഹ്ലാദൻ എന്നുള്ള ഉണ്ണിയുടെ കഥയിലേക്ക് അതിലേക്ക് ഒന്ന് പോവാം. കുറച്ച് സമയത്തിനുള്ളിൽ 2-3 കഥയൊക്കെ പറയുമ്പോൾ ഇടയ്ക്ക് ഉണ്ടാവും കേട്ടോ, ബുദ്ധിമുട്ടുണ്ടാവും, ക്ഷമിക്കണം. എന്താണെന്ന് വെച്ചാൽ ഈ 2 ഉണ്ണികളുടെ കഥ പറഞ്ഞിട്ടേ ആ ഒരു കാര്യം നമുക്ക് എത്തിക്കാൻ സാധിക്കുള്ളൂ. അത് കാരണമാണ് ഈ ഉദാഹരണങ്ങൾ എടുത്തത്. പ്രഹ്ലാദന്റെ കഥയിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് പ്രഹ്ലാദ ചരിത്രം കഥ. ഹിരണ്യകശിപു ഗംഭീരമായിട്ട് തപസ് ചെയ്യാൻ പുറപ്പെട്ടു. ഹിരണ്യാക്ഷനെ ഭഗവാൻ വധിച്ചു എന്ന് കേട്ടപ്പോൾ ഭഗവാനെ വധിച്ച ആ രക്തം കൊണ്ട് തൻ്റെ സഹോദരന് തർപ്പണം ചെയ്യും എന്നൊക്കെ പറഞ്ഞ് പുറപ്പെട്ട ആളാണ്. അങ്ങനെ തപസ് ചെയ്തു, ശക്തി ആർജിക്കാൻ വേണ്ടിയിട്ട് ബ്രഹ്മാവിനെ അതിഗംഭീരമായിട്ട് തപസ് ചെയ്തു. തപസ് ചെയ്ത് ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെട്ട സമയത്ത് ബ്രഹ്മാവിനോട് പറഞ്ഞു എന്നാണ്, എനിക്ക് അമരത്വം വേണം. ബ്രഹ്മാവ് പറഞ്ഞു, എനിക്ക് തന്നെ ഇല്ല, പിന്നെ എങ്ങനെ നിങ്ങൾക്ക് തരിക? അമരത്വം ഒരിക്കലും കൊടുക്കാൻ സാധിക്കില്ല, ജനിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മരണം ഉറപ്പാണ്, അപ്പോൾ പറ്റില്ല. എന്നാൽ പിന്നെ അയാൾ ഒരു ബുദ്ധി പ്രയോഗിച്ചു എന്നാണ്, മരണം വരുന്ന സകല മാർഗങ്ങളും അവിടെ കൊട്ടി അടയ്ക്കാൻ ശ്രമിച്ചു. അറിയുന്നതാണ് എല്ലാവർക്കും, പകല് പാടില്ല, രാത്രി പാടില്ല, ആയുധം കൊണ്ട് പാടില്ല, ആയുധം ഇല്ലാതെ പാടില്ല, അങ്ങനെ ഒരുപാട് ഒരു വലിയ ലിസ്റ്റ് തന്നെ ഉണ്ട്, ഭാഗവതമൊക്കെ നോക്കിയാൽ അറിയാം. എന്തായാലും അതൊക്കെ തഥാസ്തു തഥാസ്തു പറഞ്ഞിട്ട് ബ്രഹ്മാവ് അനുഗ്രഹിച്ചു പോയി. ഇയാളെ എല്ലാവരെയും അങ്ങോട്ട് പേടിപ്പിച്ച് വിറപ്പിച്ചുകൊണ്ട് ആ ഒരു ശൈലിയിലൊരു ഭരണം. ഇപ്പോൾ ലോകം മുഴുവൻ ഭരിക്കുന്നത് ഹിരണ്യകശിപുവാണ്. നാരായണനാമം എവിടെയും കേൾക്കാൻ പാടില്ല നിർബന്ധമാണ് അദ്ദേഹത്തിന്. പക്ഷെ രസം എന്താന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ കൊട്ടാരത്തില്, അദ്ദേഹത്തിന്റെ അറയില്, അദ്ദേഹത്തിന്റെ മടിത്തട്ടിൽ ഇരുന്നിട്ട് ഒരാൾ നാരായണനാമം ജപിച്ചിരുന്നു, യാതൊരു പേടിയും കൂടാതെ. അതാണ് പ്രഹ്ലാദൻ. 5 വയസ്സേ ആയിട്ടുള്ളൂ. പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മുടെയൊക്കെ ഗുരുനാഥനാണ്. ഭക്തിയുടെ കാര്യത്തിൽ ആ പ്രഹ്ലാദനെ കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഭാഗവതം പറയും, ആചാര്യന്മാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഭാഗവതത്തിൽ ഒരു സ്കന്ധം മുഴുവൻ ഒരു ഭക്തനായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് പ്രഹ്ലാദന് മാത്രമേ ഉള്ളൂ. സപ്തമസ്കന്ധത്തിൽ ഉടനീളെ കാണാം പ്രഹ്ലാദനെ. ആ ഒരു സ്കന്ധം മുഴുവൻ അങ്ങോട്ട് കൊടുത്തതാ. ഭഗവാൻ അത്രയ്ക്ക് ഇഷ്ടമുള്ള ഉണ്ണിയാണ് ആ പ്രഹ്ലാദൻ. അപ്പൊ ആ ഉണ്ണിയുടെ കഥ എങ്ങനെ സാധിച്ചു? ആ ഉണ്ണിക്ക് പലതരത്തിൽ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഈ ഹിരണ്യകശിപു തന്നെ അസുര വിദ്യാലയത്തിൽ പോയിട്ട് ഷണ്ടാമക്കന്മാരോട് പറയുന്നുണ്ട്, ഇവനൊരു കുഴപ്പമുണ്ട്, ഇവന് ഹരിയോടാണ് കൂറ്, അതൊന്ന് മാറ്റിയെടുക്കണം, നല്ല സംസ്കാരം, നമ്മുടെ അസുര സംസ്കാരം കൊടുത്തിട്ട് ഒന്ന് നേരെയാക്കി എടുക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. അവിടെ പോയിട്ട് ആ ഗുരുനാഥന്മാർ എത്ര ശ്രമിച്ചിട്ടും ആ കുട്ടിയുടെ മനസ്സ് പിന്തിരിപ്പിക്കാൻ സാധിക്കണില്ല. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ കാണുന്ന ഒരു പ്രശ്നമാണിത്, അല്ലേ? നമ്മുടെ കുട്ടികളെ വശീകരിക്കണു, മറ്റുള്ള കാര്യങ്ങളിലേക്കൊക്കെ പിന്തിരിപ്പിക്കണു, ഇങ്ങനെയുള്ള ശൈലിയിലൊക്കെ പല രീതിയിൽ നമ്മുടെ കുട്ടികളുടെ മനസ്സിനെ ആകർഷിക്കാനും വശീകരിക്കാനും ഒക്കെ സാധിക്കുന്നത് ആദ്യം അവിടെ ഭാഗവതം പാകാത്ത കാരണമാണ്. ആദ്യം ആ ഭാഗവത സംസ്കാരം കൊടുക്കാത്തത് കാരണമാണ്. അത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ എത്ര പ്രലോഭനം ഉണ്ടെന്നുണ്ടെങ്കിലും വേറെ ഒന്നിലേക്ക് തിരിയില്ല. അത് പ്രഹ്ലാദൻ കാണിച്ചു തരികയാണ്. ആ അസുരന്മാരെ എത്ര ശ്രമിച്ചിട്ട് പോലും ആ ഉണ്ണിയെ ഭഗവാന്റെ ആ പാദത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ സാധിച്ചിട്ടില്ല. അങ്ങനെ ആ പ്രഹ്ലാദൻ വളർന്നു വന്നു. ഹിരണ്യകശിപുവിന് ഇപ്പോൾ ടെൻഷനായില്ല. കാരണം ഇങ്ങനെ ഇവൻ വളർന്നു വന്നു കഴിഞ്ഞാൽ മറ്റുള്ള അസുര കുലത്തിനെയും കൂടി ഇവൻ നശിപ്പിക്കും, ശ്രീഹരിയുടെ ഭക്തന്മാരാക്കി മാറ്റും. അപ്പം അത് കാരണം തന്നെ ഇവനെ വധിക്കുകയും നിവൃത്തിയുള്ളൂ എന്ന് പറഞ്ഞിട്ട് ആ അസുര ഭടന്മാരോട് പറയുകയാണ്, കൊണ്ടുപോയി കൊല്ലൂ എന്നാണ്. അവരെത്ര കൊല്ലാൻ പുറപ്പെട്ടാലും ഭഗവാൻ രക്ഷിക്കാൻ തീരുമാനിച്ച ഒരാളെ ആർക്കും ഒന്നും ചെയ്യാൻ സാധിക്കില്ല. കാണിച്ചു തരികയാണ്. വിഷം കൊടുത്തു. വിഷം കൊടുത്ത സമയത്ത് പാലിൽ ചേർത്ത് വിഷം കൊടുത്തു എന്നാണ്. ഉണ്ണി എന്ത് കഴിക്കുമ്പോഴും ആദ്യം പറയും ശ്രീകൃഷ്ണ അർപ്പണമസ്തു, ഭഗവാന് സമർപ്പിക്കുന്നു ഇത് എന്നാണ്. അതിൻ്റെ പ്രസാദമായിട്ട് മാത്രമേ ഉണ്ണി എന്തും സേവിക്കുള്ളൂ. ഭഗവാൻ എന്ത് ചെയ്തു? വിഷം ഭഗവാൻ കുടിച്ചു, ഉണ്ണി പാൽ കുടിച്ചു, ഉണ്ണിക്കൊരു കുഴപ്പമില്ല. അത് കഴിഞ്ഞ് പിന്നെ ആ ഹോളികയുടെ കഥയൊക്കെ എല്ലാവർക്കും അറിയുന്നതാണ്. ഹോളിയുടെ ഐതിഹ്യമൊക്കെ ഹിരണ്യകശിപുവിൻ്റെ സഹോദരിയാണെന്നൊക്കെയാണ് ഐതിഹ്യത്തിൽ പറയുക. അവൾക്ക് അഗ്നിബാധ ഏൽക്കലാണ്, അഗ്നി അവളെ ബാധിക്കില്ല. അപ്പോൾ ഒരു വലിയ ഹോമകുണ്ട ഉണ്ടാക്കി അതിൽ അഗ്നി ഇട്ടിട്ട് അതിൽ കയറി ഇരുന്നു ഇവള്. ആ ഉണ്ണിയെ കൊല്ലാൻ വേണ്ടിയിട്ട് മടിയിലേക്ക് അങ്ങോട്ട് എടുത്തു എന്നാണ്. അവൾ ചുട്ട് കരിഞ്ഞു എന്നല്ലാതെ ഉണ്ണിക്ക് യാതൊരു ആപത്തുമില്ല. ഇതേപോലെ മലയുടെ മുകളിൽ എടുത്ത് എറിയാൻ ശ്രമിച്ചു. ഭൂമിദേവി കണ്ടപ്പോൾ സഹിക്കാൻ പറ്റുമോ? തൻ്റെ ഭർത്താവിന് ഏറ്റവും പ്രിയപ്പെട്ട ഉണ്ണിയാണ്. ഭൂമി അങ്ങോട്ട് മുകളിലേക്ക് അങ്ങോട്ട് ഉയർന്നു വന്നിട്ട് തൻ്റെ മാറോട് അങ്ങോട്ട് ചേർത്തു എന്നാണ് ആ ഉണ്ണിയെ. കാരണം അത്രയ്ക്ക് സ്നേഹമാണ് ഭഗവാൻ. അപ്പോൾ വിഷ്ണുപത്നിയാണ് ഭൂമിദേവി, എന്തുകൊണ്ട് ചെയ്യില്ല? അങ്ങനെ എന്ത് ചെയ്താലും വേണ്ടില്ല, ഉണ്ണിയെ ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല എന്ന് കണ്ട് അവസാനം വരുണവാശം കൊണ്ട് കെട്ടിയിടുകയാണ്. ആ അസുര വിദ്യാലയത്തിൽ തന്നെ കെട്ടിയിടുകയാണ്. ആ സമയത്ത് അവിടെ കൂട്ടുകാർ വരികയാണ്.
അസുരകുട്ടികൾ വന്നിട്ട് ഉണ്ണിയോട് പറയുകയാണ്, എന്തിനാ പ്രഹ്ലാദ ഇത്ര ബുദ്ധിമുട്ടുന്നത്? ഇപ്പം അച്ഛൻ പറയണ പോലെ കേൾക്കൂ, കുറച്ച് വലുതായി കഴിഞ്ഞാൽ, കുറച്ച് പ്രായമൊക്കെ ചെന്നാൽ ഹിരണ്യകശിപു മരിക്കും. മരിച്ചു കഴിഞ്ഞാൽ പ്രഹ്ലാദൻ രാജാവാവും. അങ്ങനെ രാജാവായി കഴിഞ്ഞാൽ അപ്പോൾ ഈ ശ്രീഹരിയുടെ കാര്യങ്ങളും ആ ഒരു സംസ്കാരമൊക്കെ എല്ലാവർക്കും കൊടുക്കാമല്ലോ. അങ്ങനെ ചെയ്താൽ പോരെ എന്ന് ചോദിക്കുന്ന സമയത്ത് ആ ഉണ്ണി പറഞ്ഞ കാര്യമാണ് നമ്മുടെ ഇന്നത്തെ പ്രധാന വിഷയം. കൗമാര ആചരേ പ്രാജ്ഞ. കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുട്ടിക്കാലത്ത് കൊടുക്കണം. എന്തുകൊണ്ടെന്ന് വെച്ചാൽ അവിടെ പറയുന്നുണ്ട്, മനുഷ്യായുസിന്റെ ആ ഒരു നിസ്സാരതയെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. നമ്മൾ എത്ര വർഷം ഉറങ്ങിക്കഴിയുന്നു, അത് കഴിഞ്ഞ് നമ്മൾ ഉള്ള സമയത്ത് തന്നെ കുട്ടികളായിട്ട് കുറേ കാലം കഴിയുന്നു, അത് കഴിഞ്ഞ് നമ്മൾ ഒത്തിരി വളർന്നു കഴിഞ്ഞാൽ യുവാക്കളായി കഴിഞ്ഞാൽ പണം സമ്പാദിക്കാനുള്ള ആ ഒരു തത്രപ്പാടിൽ അങ്ങനെ കുറേ വർഷം പോകുന്നു. അത് കഴിഞ്ഞ് പ്രായമായി കഴിഞ്ഞാലാണ് ഇതിലേക്കൊക്കെ പുറപ്പെടുക. അപ്പോഴേക്കും തന്നെ കൂടെ പോന്നിട്ടുണ്ടാവും ഒരുപാട് അസുഖങ്ങൾ, അല്ലെ? മനസ്സിന്റെ വ്യാധികൾ, ശരീരത്തിന്റെ വ്യാധികൾ, അങ്ങനെ ഒരു കൂട്ടുകാരെ കിട്ടിയിട്ടുണ്ടാവും അപ്പോഴേക്കും. പിന്നെ എങ്ങനെയാ ഭഗവാനിൽ നമുക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കും? അപ്പോൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ കുട്ടിക്കാലത്ത് കൊടുക്കണം. ചോദിക്കുകയാണ് പ്രഹ്ലാദനോട്, നിനക്ക് എവിടെ നിന്നാണ് ഇത് കിട്ടിയത്? കാരണം നേരിട്ടൊരു ഗുരുനാഥൻ വന്ന് പറയുന്നത് ഞങ്ങൾ കണ്ടിട്ടില്ല. പറയുന്നത് നിങ്ങളുടെ ഗുരുനാഥനല്ല, എൻ്റെ ഗുരുനാഥൻ. എൻ്റെ ഗുരുനാഥൻ എന്ന് പറയുന്നത് ആ നാരദ മഹർഷിയാണ്. പണ്ട് ആ ഹിരണ്യകശിപു തപസ് ചെയ്യാൻ പുറപ്പെട്ട സമയത്ത് ഈ കയാധു, ഹിരണ്യകശിപുവിൻ്റെ പത്നിയായ കയാധു ഗർഭിണിയായിരുന്നു. പ്രഹ്ലാദനെ ഗർഭത്തിൽ കൊണ്ട് നടക്കുന്ന ആ സമയത്ത് ദേവേന്ദ്രൻ വന്നിട്ട് ഈ കയാധുവിനെ വധിക്കാൻ പുറപ്പെട്ടു എന്നാണ്. കാരണം ഈ ഉണ്ണി വന്നു കഴിഞ്ഞാൽ ഹിരണ്യകശിപുവിൻ്റെ പുത്രനായ കാരണം ഇതിലേറെ ഭീകരനായിട്ടാണ് വരിക. അപ്പം അത് കാരണം ആദ്യം തന്നെ ആ ഉണ്ണിയെ വധിക്കുക എന്നുള്ള ഭാവത്തിലെ കയാധുവിനെ വധിക്കാൻ പുറപ്പെടുന്ന സമയത്ത് നാരദ മഹർഷി അവിടെ വന്ന് ഇടപെട്ടു. അതായത് ആ ഉണ്ണിയെ വധിക്കരുത്, ഇനി വധിക്കാൻ പുറപ്പെട്ടാൽ തന്നെ നിനക്ക് എന്നല്ല, നാളെ ഇവൻ്റെ അച്ഛൻ തന്നെ പുറപ്പെടും ഇവനെ വധിക്കാൻ. എന്നാലും സാധിക്കില്ല, കാരണം അത്രയും മഹാത്മ്യമുള്ള ഉണ്ണിയാണെന്ന് പറഞ്ഞിട്ട് ആ നാരദ മഹർഷി കൊണ്ടുപോവുകയാണ്. തൻ്റെ ആശ്രമത്തിലേക്ക് കൊണ്ടുപോയിട്ട് അവിടെ ആ ഭാഗവത സംസ്കാരം ഈ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുന്ന. അപ്പോൾ ഏത് പ്രായത്തിൽ കൊടുക്കണം എന്നുള്ള ചോദ്യത്തിന് ഉത്തരമാണ് അവിടെ കാണുന്നത്. 5 വയസ്സിലോ 10 വയസ്സിലോ 20ലോ 30ലോ 40ലോ 50ലോ കൊടുത്താൽ പോരാ, ഗർഭത്തിലിരിക്കുമ്പോൾ കൊടുക്കണം. അങ്ങനെ ആവുമ്പോഴാണ് ആ ശ്രേയസ് കാണാൻ സാധിക്കുക. ഗർഭിണിയായ ഒരു അമ്മ ഈ ഭാഗവത സംസ്കാരം സ്വീകരിക്കുന്ന സമയത്ത് ഉള്ളിലിരിക്കുന്ന ആ ജീവൻ, ആ ഉണ്ണി അല്ലെങ്കിൽ ആ കുട്ടി ആ സംസ്കാരത്തോടു കൂടിയാണ് വരുന്നത്. ആ ഒരു ഭക്തിയുടെ സംസ്കാരം കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ പ്രായത്തിൽ കൊടുക്കണമെന്ന് ഭാഗവതം തന്നെ കാണിച്ചു തരും. അങ്ങനെ ആ ഉണ്ണിയുടെ പ്രേരണയിൽ, ഉണ്ണി പറഞ്ഞ ആ ഒരു ഉപദേശത്തിൽ തൃപ്തരായിക്കൊണ്ട് അവിടെ ആ കുട്ടികളെല്ലാവരും കൂടി നാമം ചെല്ലാൻ തുടങ്ങി. ആസുര വിദ്യാലയം ആയിരുന്നു ഒരു 5 മിനിറ്റ് മുന്നേ വരെ. ഇപ്പം അതൊരു ഭജനമഠാണെന്നാണ്. എല്ലാവരും കൂടി ഉറക്കെ ഭഗവാന്റെ നാമങ്ങൾ ഉച്ചരിക്കുകയാണ്. ഇത് കേട്ടുകൊണ്ടാണ് ഹിരണ്യകശിപു അങ്ങോട്ട് വരുന്നത്. മതി, ഇനി വേറെ ആരെയും കൊണ്ട് കൊല്ലിക്കുന്ന പരിപാടിയില്ല, എൻ്റെ കൈകൊണ്ട് തന്നെ ആവാം എന്നുള്ള ഭാവത്തിൽ ആ ഉണ്ണിയെ കൊല്ലാൻ പുറപ്പെടുകയാണ്. അവിടെ കൊണ്ടുപോയി അച്ഛൻ തന്നെ കൊല്ലാൻ പോവുകയാണ്. ഈ ലോകത്തിലെ എല്ലാവർക്കും പേടിയാണ് ആ അച്ഛനെ. അങ്ങനെയുള്ള അച്ഛൻ തന്നെ കൊല്ലാൻ പോവുകയാണെന്ന് അറിഞ്ഞിട്ട് പോലും ഈ കുട്ടിക്ക് ഒരു പേടിയില്ല, അവിടെ നിൽക്കുകയാണ് നാമം ചൊല്ലിക്കൊണ്ട്. അപ്പോൾ എന്താണ് ഇവൻ്റെ ബലം? ഇങ്ങനെ ഞാൻ വധിക്കാൻ പുറപ്പെട്ടിട്ട് പോലും ഇവൻ പേടിക്കാതെ ഇങ്ങനെ നിൽക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരു ശക്തിയുണ്ട്. ആരാണ് നിന്റെ ബലം എന്ന് ചോദിക്കുമ്പോൾ ഒരു സംശയം കൂടാതെ കുട്ടി പറയുന്നു, ബലം മേ വൈകുണ്ഠ. നമ്മുടെ ആ ഭട്ടതിരി പറഞ്ഞ ഭാഷയാണത്. ബലം മേ വൈകുണ്ഠ. അച്ഛ, എൻ്റെ ബലം എന്നുള്ളത് അച്ഛൻ്റെ ബലവും അതെ, അതേപോലെ അച്ഛന് വരം തന്ന ബ്രഹ്മാവിൻ്റെ ബലവും അതെ. ഈ കാണുന്ന ലോകത്തിലെ സകല ചരാചരങ്ങളുടെയും ബലം ഏതാണോ അത് തന്നെയാണ് എൻ്റെ ബലം. ആ ശ്രീഹരി തന്നെയാണ് എൻ്റെ ബലം എന്ന് പറയുമ്പോഴേക്കും എവിടെ നിന്റെ ശ്രീഹരി? അപ്പോഴേക്കും ദേഷ്യം വന്നു എന്നാണ്. ഞാൻ തെരഞ്ഞു പോയിട്ടുണ്ട് പണ്ട് ശ്രീഹരിയെ, കണ്ടു കിട്ടിയിട്ടില്ല. അങ്ങനെ ഭക്തിയില്ലാതെ തെരഞ്ഞാലൊന്നും കിട്ടില്ല കേട്ടോ നമ്മുടെ ഗുരുവായൂരപ്പനെ. ഇദ്ദേഹം പോയത് ഭക്തിയില്ലാതെയാണ് തെരയാൻ, പിന്നെ കിട്ടുമോ? എന്തായാലും അന്ന് മറിഞ്ഞ ശ്രീഹരി എവിടെ പോയി എന്ന് ചോദിക്കുന്ന സമയത്ത് എല്ലായിടത്തും കാണുന്നുണ്ട്, സർവത്ര കാണുന്നുണ്ട് ഈ ഉണ്ണിക്ക്. എന്നാൽ മുന്നിൽ കാണുന്ന ഒരു തൂണിന് ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു എന്നാണ്. തസ്മാത് സ്തംഭേന എന്ന് ചോദിക്കുകയാണ്, എന്തുകൊണ്ട് ഈ തൂണിൽ കാണില്ല എന്ന് ചോദിച്ചപ്പോൾ ഉണ്ണി യാതൊരു സംശയവും കൂടാതെ പൂർണ്ണ വിശ്വാസത്തോടു കൂടി പറയുന്നു, കാരണം ഉണ്ണിക്ക് കാണുന്നുണ്ട്, ദൃശ്യതേ അച്ഛാ കാണുന്നുണ്ട് എന്ന് പറഞ്ഞ സമയത്ത് ശരി, എന്നാൽ പിന്നെ ആദ്യം ഈ ശ്രീഹരിയുടെ കഥ കഴിച്ചിട്ട് മതി. ആദ്യം ഇവന്റെ ബലം എന്ന് ഇവൻ വിശ്വസിക്കുന്ന ഈ ശ്രീഹരിയെ തീർക്കുക ഇവന്റെ കൺമുന്നിൽ, അതിനുശേഷം ഇവനെ വധിക്കുക എന്നുള്ള ഭാവത്തിൽ ആ തൂണിനെ ഒന്ന് പോയിട്ട് അങ്ങോട്ട് അതിഗംഭീരമായിട്ട് ഇടിച്ചു. പിന്നെ അവിടെ എന്താ ഉണ്ടായതെന്ന് പറയാൻ എനിക്ക് ശക്തിയില്ല എന്ന് പറഞ്ഞ് ഭട്ടതിരി 24ാമത്തെ ദശകം നിർത്തും. അതപശ്ചാത് വിഷ്ണു നഹി വദിതുമീശ്വാസ്മി സഹസ കൃപാത്മൻ വിശ്വാത്മൻ പവനപുരവാസിൻ ഹൃദയമാ. അങ്ങനെ അദ്ദേഹം പറഞ്ഞു നിർത്തും. കാരണം അത് പറയാനുള്ള ധൈര്യം തനിക്കില്ല എന്ന് പറയുകയാണ്. അപ്പോൾ ഭഗവാന് സങ്കടമായി,
തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഉണ്ണിയായിട്ടുള്ള പ്രഹ്ലാദന് വേണ്ടി താൻ പുറപ്പെട്ടു വന്ന ആ ഭാഗം മേൽപ്പത്തൂര് സാധാരണ രീതിക്കൊന്നും പറഞ്ഞാൽ പോരാ, ഗംഭീരമായിട്ട് തന്നെ പറയണം എന്നുള്ള ഭാഗത്തിൽ അന്ന് രാത്രി തനിക്ക് ആടിയ എണ്ണ ഗുരുവായൂരപ്പൻ ആ എണ്ണ കൊണ്ട് ഭട്ടതിരിയുടെ കൈയും കാലും കുഴിഞ്ഞു കൊടുത്തു എന്നാണ് പറയുക. അതിൻ്റെ പ്രതിഫലനാണ് കാണുക. പിറ്റേ ദിവസം അവിടെ ആ നരസിംഹാവതാരം എഴുതുന്ന സമയത്ത് ആ ശ്രീലകം മുഴുവൻ കുലുങ്ങിയിട്ടുണ്ടെന്നാണ്. സ്തംഭേ ഘട്ടയതോ ഹിരണ്യകശിപോ കർണൗ സമാചൂർണയന്നാപൂർണജഗദണ്ഡകുണ്ഡകുഹരോ ഘോരസ്തവാ പുത്രവ ശ്രുത്വായം കില ദൈത്യരാജഹൃദയേ പൂർവം കദാപ്യശ്രുതം കമ്പ കർശന സംഭവാദ ചലിരോപ്യം ഭോജഭൂർവിഷ്ടരാത്. ബാലേന്ദു എന്ന് പറയുന്ന കവി ഈ ഒരു ഭാഗം വളരെ ഭംഗിയായിട്ട് മലയാളത്തിൽ പറയുന്നുണ്ട്. വമ്പൻ ഹിരണ്യകശിപുവത്തൂണിനെ അമ്പേ പിളക്കുമാറൊന്നടിച്ചപ്പോഴേ കർണം പിളർക്കും പടിക്ക് ബ്രഹ്മാണ്ടവും തിണ്ണം പൊടിയാകുമാറതിഘോരമായി ഉണ്ടായി വന്നിരുച്ചൈസ്തരം ശബ്ദമൊന്ന് അണ്ടകടാഹം വിറച്ചുപോയ ക്ഷണം. മുമ്പെങ്ങുമെങ്ങുമേ കേൾക്കാത്തൊരാരവം കമ്പം വളർത്തിയ ദൈത്യന്റെ ഉൾത്തടെ ബ്രഹ്മാവു പോലും അപ്പത്മാസനത്തിൽ നിന്നാം മാറു പൊങ്ങി തെറിച്ചാലരക്ഷണം. വല്ലാതെ സംഭ്രമം പൂണ്ടൊരു ദൈത്യനങ്ങെല്ലായിടത്തും തിരഞ്ഞു നോക്കിയിടവേ പ്രത്യക്ഷമായിടത്തൂണിൽ നിൻ വിഗ്രഹം മർത്യനല്ലെന്നാൽ തികച്ചുമല്ല മൃഗം. ആ ഒരു ഭാവത്തില് അവിടെ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു. ഭഗവാന്റെ ആദ്യ ഗംഭീരമായിട്ടുള്ള രൂപം ഇതുവരെ ആരും കണ്ടിട്ടില്ല. അത്യദ്ഭുത രൂപത്തോടു കൂടി ആ ഭക്തൻ ആഗ്രഹിച്ച പോലെ അവിടെ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു. മധ്യാഹ്ന സമയത്താണ് ഭഗവാൻ അവതരിച്ചത് എന്നാണ് പറയുക. സന്ധ്യാസമയത്തെ ഹിരണ്യകശിപുവിനെ വധിക്കാൻ പറ്റുള്ളൂ, അങ്ങനെ ഒരു വരണ്ട്. പകല് പാടില്ല, രാത്രി പാടില്ല. അത് കാരണം മധ്യാഹ്നം മുതൽ സന്ധ്യ വരെ ഒന്ന് തൻ്റെ പാർശ്വതനായ ജയന്റെ കൂടെ യുദ്ധം എന്നുള്ള വ്യാജേന ഒന്ന് കളിച്ചു. അതിനുശേഷം സന്ധ്യാസമയമായപ്പോൾ ഉമ്മറപ്പടിയിൽ കൊണ്ടുപോയിട്ട് തൻ്റെ മടിയിൽ തന്നെ കിടത്തിയിട്ട് ആ ആയുധങ്ങളല്ലാത്തതായിട്ടുള്ള തൻ്റെ നഖങ്ങളെ കൊണ്ട് ആ മാറ് വളർന്ന് ആ ഹിരണ്യകശിപുവിൻ്റെ ജീവൻ തന്നിലേക്ക് എടുത്തു. ശരീരം ആവശ്യമില്ലാത്തത് അത് വലിച്ചെറിഞ്ഞു. അങ്ങനെ ഭഗവാൻ അവിടെ ഉഗ്രസ്വരൂപത്തോടു കൂടി, ഇങ്ങനൊരു സ്വരൂപം ഇതുവരെ ആരും കണ്ടിട്ടില്ല. അവിടെ അങ്ങനെ വർദ്ധിക്കുന്ന സമയത്ത് ഈ സൃഷ്ടി മുഴുവൻ നശിച്ചു പോകുമോ എന്ന് പേടിയായി എന്നാണ്. അത്രയ്ക്ക് ഗംഭീരമായിട്ടുള്ള ഭാവത്തിൽ ഭഗവാൻ നിൽക്കുമ്പോൾ ബ്രഹ്മാവും മറ്റ് ദേവന്മാരും ഒക്കെ വന്ന് ഓരോ ശ്ലോകം പറഞ്ഞ് സ്തുതിച്ച് ഓടുന്നത് കാണാം. ഭാഗവതം പരിചയമുള്ളവർക്കറിയാം. ആ ഭാവത്തിൽ നിൽക്കുമ്പോഴും അവിടെ യാതൊരു പേടിയും കൂടാതെ നിൽക്കുന്ന ഒരാളുണ്ട്. 5 വയസ്സേ ആയിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ആ ഉണ്ണിക്ക് യാതൊരു ഭയവുമില്ല. കണ്ണിൽ ഇങ്ങനെ വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുകയാണെന്നാണ് ആനന്ദ കണ്ണീര്. തനിക്ക് വേണ്ടിയിട്ട് ഭഗവാൻ എത്ര ബുദ്ധിമുട്ടി അല്ലെ. സത്യം വിധാതും നിജ ഭൃത്യഭാഷിതം എന്നാണ് ഭാഗവതത്തിലെ നരസിംഹാവതാരം തുടങ്ങുന്ന ആ ശ്ലോകത്തിന്റെ തുടക്കം. തൻ്റെ ഭക്തന്റെ വാക്ക് സത്യമാക്കാൻ വേണ്ടിയിട്ട് എന്നുള്ള ഭാവത്തിൽ അച്ഛാ ഞാൻ കാണുന്നുണ്ട് തോന്നില്ലെന്ന് പറഞ്ഞപ്പോൾ പിന്നെ എനിക്ക് പുറപ്പെടാതിരിക്കാൻ പറ്റും, എൻ്റെ ഭക്തൻ പറഞ്ഞതാണ് കാണുന്നുണ്ട്. ആ ഭാവത്തിൽ ആ തൂണിൽ നിന്ന് പുറപ്പെട്ട നരസിംഹമൂർത്തി തനിക്ക് വേണ്ടി ഇത്രയധികം വാത്സല്യം, ഇത്രയധികം കാരുണ്യം ആ ഭഗവാന് എന്ന് ചിന്തിച്ചുകൊണ്ട് കരഞ്ഞിരിക്കണ പ്രഹ്ലാദന്റെ അടുത്തേക്ക് വന്നിട്ട് ബ്രഹ്മാവ് പറഞ്ഞതാണ്, ചെല്ലു, നിനക്ക് മാത്രമേ ഭഗവാനെ ശാന്തനാക്കാൻ പറ്റുള്ളൂ എന്നാണ്. കാരണം ഇപ്പോൾ ഭഗവാന് വേണ്ടതൊരു ഭക്തന്റെ സാന്നിധ്യം, അല്ലാതെ ഞങ്ങൾക്കൊന്നും അത്രയ്ക്ക് ക്വാളിഫിക്കേഷൻ ഇല്ല, ഭഗവാന്റെ അടുത്തേക്ക് ചെല്ലാനുള്ളതില്ല. അത് കാരണമാണ് പേടിച്ച് നിൽക്കുന്നത്. അപ്പോൾ നീ ചെല്ലു, നീ ഭഗവാനെ ശാന്തനാക്കൂ എന്ന് പറഞ്ഞ സമയത്ത് ആ ഉണ്ണിക്ക് സംശയമൊന്നുമില്ല. ആചാര്യന്മാർ പറയും സിംഹക്കുട്ടിക്കുണ്ടോ സിംഹത്തിന് പേടി. ആ ഒരു ഭാവത്തിൽ ഓടി അങ്ങോട്ട് ചെന്ന് ഭഗവാന്റെ പാദത്തിൽ വീണ് നമസ്കരിച്ചു. ആ പ്രഹ്ലാദന്റെ ഭക്തന്റെ ആ ഒരു അശ്രു ഭഗവാന്റെ പാദത്തിലേക്ക് അങ്ങോട്ട് വീണ സമയത്തേക്ക് അഗ്നിപർവ്വതം പോലെ നിൽക്കണം ഭഗവാനാണ്. പെട്ടെന്ന് അങ്ങോട്ട് ഹിമാലയം പോലെ തടുത്തു എന്നാണ്. പ്രഹ്ലാദേ പദയോർണമത്യപഭയേ കാരുണ്യഭാരാകുലം. അതുവരെ നരസിംഹം പേടിപ്പിക്കുന്ന ഭാവത്തിലാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ പെട്ടെന്ന് കാരുണ്യമൂർത്തിയായിക്കൊണ്ട് ആ പ്രഹ്ലാദനെ അങ്ങോട്ട് കണ്ടപ്പോഴേക്കും എന്തൊക്കെയാ ഭഗവാന് ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഇന്നലെ തൊട്ടു മുന്നേ നമ്മൾ പറഞ്ഞു ഭുവൻ എന്ന് പറയുന്ന ഉണ്ണിക്ക് ഭഗവാനെ കണ്ടപ്പോൾ ഉണ്ണിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഇവിടെ തിരിച്ചാ ഭഗവാൻ ആ ഉണ്ണിയെ വാരി എടുത്ത് അങ്ങോട്ട് നക്കി തോർത്തുകയാണ്, ആലിംഗനം ചെയ്യുകയാണ്, ചുംബിക്കുകയാണ്. അത്രയ്ക്ക് സ്നേഹമാണ് പ്രഹ്ലാദനോട്. ആ പ്രഹ്ലാദനെ അനുഗ്രഹിക്കുന്നതായിട്ടുള്ള ഭാവം
ചിന്തിച്ചു നോക്കൂ, ഈ ഉണ്ണിക്ക് എത്രയധികം പ്രതിസന്ധികൾ ഉണ്ടായി. കഥ നമുക്ക് തൽക്കാലം അവിടെ നിർത്താം. കഥയിലെ കാര്യമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. കഥ പറഞ്ഞു കൊടുക്കാം കുട്ടികൾക്ക്, തീർച്ചയായിട്ടും. അപ്പോഴാണ് ആ കുട്ടികൾക്ക് അതിനോടൊരു രസം വരും. പക്ഷെ ആ താല്പര്യം വന്നു കഴിഞ്ഞാൽ മെല്ലെ മെല്ലെ അതിൻ്റെ പിന്നിലെ കാര്യവും കൂടി. ആ പ്രഹ്ലാദന് ആരാ ഉണ്ടായിരുന്നത്? ആശ്രയമായിട്ട് ആരാ ഉണ്ടായിരുന്നത്? സ്വന്തം അച്ഛനാണ് ശത്രുവായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നത്, അല്ലേ? അച്ഛൻ തന്നെയാണ് ആ കുട്ടിയെ വധിക്കാൻ പുറപ്പെട്ടത്. പക്ഷെ ആ സമയത്തൊന്നും ആ കുട്ടിക്ക് യാതൊരു പേടിയും കൂടാതെ, ഒരു വ്യാകുലതയും കൂടാതെ, ഒരു മാനസിക സംഘർഷവും കൂടാതെ നിൽക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പ്രഹ്ലാദന്റെ ആ ഒരു ഭാവം എങ്ങനെയാന്ന് വെച്ചാൽ, താൻ എപ്പോഴും നരസിംഹമൂർത്തിയുടെ ആലിംഗനത്തിൻ്റെ ഉള്ളിലാണ്. ഞാൻ ഇരിക്കുന്നത് നരസിംഹമൂർത്തിയുടെ മടിത്തട്ടിലാണ്, എനിക്ക് എപ്പോഴും കൂട്ടായിട്ട് ആ നരസിംഹമൂർത്തി ഉണ്ട് എന്നുള്ളൊരു ഭാവമാണ്. ആ ഒരു ഭാവം മനസ്സിലേക്ക് വന്നാൽ പിന്നെ എങ്ങനെയാണ് ആ കുട്ടിക്ക് പേടിയുണ്ടാവുക? എൻ്റെ കൂടെ കൃഷ്ണനുണ്ട്, എൻ്റെ കൂടെ ഭഗവാനുണ്ട്, എന്നെ കൊണ്ട് നടത്തുന്നത് കൃഷ്ണനാണ് എന്നുള്ള ഒരു ഉറച്ച ഭാവം ഉണ്ടാവുമ്പോൾ എങ്ങനെയാണ് പിന്നെ ഒറ്റപ്പെടൽ നമ്മൾ അനുഭവപ്പെടുക? ആദ്യം നമ്മൾ പറഞ്ഞു, ഇന്ന് ലോകം അനുഭവിക്കണം, അല്ലെങ്കിൽ ഇന്നത്തെ തലമുറ അനുഭവിക്കുന്ന ഏറ്റവും വലിയൊരു പ്രതിസന്ധി അതാണെന്ന് നമ്മൾ പറഞ്ഞു. ആ ഒരു ഒറ്റപ്പെട്ട ഭാവം അത് ഈ പ്രഹ്ലാദന് ഉണ്ടായില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു കാര്യം അത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്, നമ്മുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടതാണ്. ആ പ്രഹ്ലാദനെ സംബന്ധിച്ചിടത്തോളം ത്വമേവ മാതാ ച പിതാ ത്വമേവ ത്വമേവ ബന്ധുശ്ച സഖാ ത്വമേവ ത്വമേവ വിദ്യാദ്രവിണം ത്വമേവ ത്വമേവ സർവം മമ ദേവദേവ. പ്രഹ്ലാദന്റെ അച്ഛൻ ആരാണ്? ഭഗവാനാണ്. അമ്മ ആരാണ്? ഭഗവാനാണ്. ഈ ഒരു ശ്ലോകം അവിടെ പറഞ്ഞ് കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്താൽ മാത്രം പോരാ. ഇങ്ങനെയുള്ള കഥകളിലൂടെ അതിൻ്റെ ആ സത്ത്, അതിൻ്റെ ആ അർത്ഥം, അതിൻ്റെ ആ മാഹാത്മ്യം കൂടി നമ്മൾ ആ കുട്ടികൾക്ക് പകർന്നു കൊടുക്കുകയാണെങ്കിൽ ജീവിതത്തിൽ എത്ര വലിയ പ്രതിസന്ധി വന്നാലും ശരി, അവർക്ക് അതിനെ നേരിടാൻ സാധിക്കും, ശ്രേയസിലെത്താൻ സാധിക്കും. നമ്മുടെ ഗ്രന്ഥങ്ങളോ ഭക്തി സംസ്കാരമോ ഒരിക്കലും പറയുന്നില്ല ഭക്തി ഉണ്ടായിക്കഴിഞ്ഞാൽ ദുഃഖം ഇല്ലാണ്ടാവുമെന്ന്, ഒരിക്കലും പറയുന്നില്ല. അങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ഭക്തന്മാരുടെ കഥയൊക്കെ തന്നെ എടുത്തു നോക്കൂ, എത്ര ദുഃഖം അനുഭവിച്ചിട്ടുണ്ട് അവർ. അങ്ങനെ ഒരു മിറാക്കിളൊന്നും സംഭവിക്കുന്നൊന്നും പറയണില്ല. പക്ഷെ ഒന്ന് പറയുന്നുണ്ട്, ദുഃഖം ഉണ്ടാവില്ല, ദുഃഖം ഉണ്ടാവാതെ ആവുമെന്ന് പറയില്ല എന്നുണ്ടെങ്കിലും എത്ര വലിയ ദുഃഖം വന്നാലും ശരി അതിനെ നേരിട്ട് തരണം ചെയ്ത് ശ്രേയസ്സിലേക്ക് എത്തിച്ചേരും എന്നുള്ളത് ഉറപ്പായിട്ട് പറയുന്നുണ്ട്. അപ്പൊ ആ ഒരു കാര്യമാണ് നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ കൊടുക്കാൻ ആഗ്രഹിക്കുന്നത് എന്നുണ്ടെങ്കിൽ, കാരണം നാളെ നമ്മുടെ ആ സംരക്ഷണത്തിൽ നിന്ന് പോയാൽ ഈ കുട്ടികൾ പ്രതിസന്ധികൾ നേരിടും. തീർച്ചയായിട്ടും ജീവിതം അങ്ങനെയാണ്, എപ്പോഴും സുഖമായിട്ടുമില്ല, എപ്പോഴും ദുഃഖമായിട്ടുമില്ല. അപ്പോൾ ആ പ്രതിസന്ധികൾ നേരിടുന്ന സമയത്ത് നമ്മുടെ തണലിൽ നിന്ന് പോയാലും ആ കുട്ടികൾക്കൊരു ബലം ഉണ്ടാവണം, ഒരു ആത്മബലം ഉണ്ടാവണം, മനസ്സിന് ആ ഒരു കരുത്തുണ്ടാവണം. ആ കരുത്ത് ഈ കഥകളിലൂടെ നമുക്ക് പകർന്നു കൊടുക്കാൻ സാധിക്കും. അപ്പോൾ ആ ഒരു ശൈലിയിലാണ് ഈ ഒരു സംസ്കാരം മുന്നിലേക്ക് കൊണ്ടുപോകേണ്ടത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വീണ്ടും പറയുകയാണ്, പ്രായം കൊണ്ടായാലും അറിവ് കൊണ്ടായാലും ഭക്തി കൊണ്ടായാലും ഒക്കെ എളിയവളാണ്. അപ്പോൾ പറഞ്ഞതിൽ എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നേരിട്ട് വന്ന് തിരുത്തി തരുന്നതിലും എനിക്ക് യാതൊരു വിരോധവും ഇല്ല, സന്തോഷം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു ശൈലിയിൽ നമ്മൾക്ക് ആ ഒരു ആധ്യാത്മിക സംസ്കാരം, ഭക്തി എന്നുള്ള സംസ്കാരം നമ്മുടെ കുട്ടികൾക്കും ഇനി വരുന്ന തലമുറയ്ക്കും ഒരു 50 കൊല്ലം കഴിഞ്ഞാലും ശ്രീവത്സം പോലെയുള്ള ഗ്രൂപ്പുകൾ ഇങ്ങനെ നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ ഇന്നത്തെ കുട്ടികൾക്ക് അത് കൊടുക്കണം, അല്ലേ? അപ്പോൾ അത് കാരണം ആ ഒരു ഭാവത്തിൽ ആ കുട്ടികൾ ഒരിക്കലും ജീവിതത്തിൽ നശിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ഭാവത്തിൽ നമുക്ക് ആ ഒരു സംസ്കാരം പകർന്നു കൊടുക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകളെ ഉപസംഹരിക്കുകയാണ്.